അപ്പോ എനിക്ക് തന്നിട്ടുള്ള വിഷയം പിന്നെ സ്ട്രെസ്സും മെന്റൽ ഹെൽത്തും ആണ്. ഇപ്പോ കൊറോണ വന്നതിന് ശേഷം ഏറ്റവും അധികം സൈക്കോളജിസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കും സ്ട്രെസ്സും മെന്റൽ ഹെൽത്തും ആണെന്നുള്ളതാണ് നമ്മളെ ഇടയ്ക്കുള്ള ഒരു ഡിസ്കഷൻ. അപ്പോ എന്നെ കേൾക്കുന്ന ആൾക്കാർ പിന്നെ ഞാൻ വല്ലാതെ ബോറടിപ്പിക്കാനൊന്നും നിൽക്കില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ പിന്നെ പറയാനാണ് എന്റെ മനസ്സിലുള്ളത്. അപ്പോ ഈ കഴിഞ്ഞൊരു കുറച്ചു കാലം ആയിട്ട്, എസ്പെഷ്യലി ഈ കൊറോണ സമയത്ത് തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും വായിച്ച കുറച്ച് അറിവുകളും മാത്രം ഷെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇതില് പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഭൂരിഭാഗം പേരും സൈക്കോളജി സ്റ്റുഡൻസ് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും സ്ട്രെസ് എന്താണ് പിന്നെ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ സൈക്കോളജി സ്റ്റുഡൻസ് അല്ലെങ്കിലും സാധാരണക്കാർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ പിന്നെ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചോദ്യമൊക്കെ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ക്ലാസ് എന്നുള്ളതിന്റെ ആകെയുള്ള ഒരു മെച്ചം അല്ലെ. അപ്പോ ഒന്നുമില്ല, പിന്നെ ഇന്നത്തെ ക്ലാസ് സ്ട്രെസ് ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്റെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു 3/4 മണിക്കൂർ നിങ്ങളുടെ എന്താ പറയാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പൊ ഈ ഒരു ടോപ്പിക് വേണ്ടപ്പോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, അല്ല നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾ ചാറ്റിലൊന്ന് ഇടാവും. ആർക്കെങ്കിലും ഓഡിയോ ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അത് നല്ലത്. ഇല്ലെങ്കിൽ ചാറ്റിൽ തന്നെ ഇംഗ്ലീഷ് വേണമെന്നില്ല, മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയാം. 5 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. തുടങ്ങിയ ആള് ഭയങ്കര നന്നായി. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഒബ്വിയസ്ലി വെരി ഗുഡ്. നമ്മൾ സ്ട്രെസ് എന്നുള്ള ടോപ്പിക് കേൾക്കുമ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ്. വേറെ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? ശരി, പറയാം. ഓഡിയോ ആയിട്ട് പറയാൻ പറ്റുന്നവർക്ക് ഓഡിയോ ആയിട്ട് പറയാം. പിന്നെ ഇനി അതല്ല മെസ്സേജ് ആയിട്ടാണെങ്കിൽ മെസ്സേജ് ആയിട്ട്. ഹൗ ടു ഓവർകം സ്ട്രെസ്, ഒബ്വിയസ്ലി വെരി ഗുഡ്. പിന്നെ വളരെ നല്ല മനസ്സുള്ള ഒരാള്. ഹൗ ടു ഹെൽപ്പ് മൈ ലവ്ഡ് വൺസ് ഹു ആർ ഇൻ സ്ട്രെസ്, വെരി ഗുഡ്. ഇപ്പോ എനിക്ക് കമന്റ് അയച്ചിട്ടുള്ളവരെ അല്ലാത്തവരോട് ബാക്കിയുള്ളവരോട് കൂടെ പറയാണ്, ഞാനിപ്പോ ചോദിച്ച ഒരു ചോദ്യം പോലും ഒബ്വിയസ്ലി സ്ട്രെസ് ആണ്. ലൈക്ക് നമ്മളിപ്പോ ഇരിക്കുന്ന കംഫർട്ട് സ്പേസ്, നിങ്ങളെ ഏറ്റവും കംഫർട്ട് സ്പേസ് എവിടെയാ? നമ്മൾ ഏറ്റവും കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ബെഡായിരിക്കും. ബെഡിൽ പലപ്പോഴും ചാരി ഇരുന്ന്, പിന്നെ തലയണ ചാരി ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകളോ ഇഷ്ടമുള്ള ഫോട്ടോസോ നോക്കി സ്ക്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ചിലപ്പോൾ സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥ, ഏറ്റവും കംഫർട്ട് സ്പേസ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബെഞ്ചിൽ നിങ്ങൾ മൂലക്കിരിക്കുന്നു, ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരാനില്ല, നിങ്ങൾ നിങ്ങൾ അവിടെ ഏറ്റവും കംഫർട്ട് സ്പേസ് നിങ്ങൾ ഒന്ന് തള്ളി മാറ്റുന്നത് പോലും സ്ട്രെസ് ആണ്. നിങ്ങൾ കംഫർട്ട് സ്പേസിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാൻ പറയുന്നത് പോലും സ്ട്രെസ് ആണ്. ഞാനിപ്പോ കമന്റിൽ എങ്കിലും ഇടാൻ പറഞ്ഞത്, അല്ല ഓഡിയോ അയക്കാൻ പറഞ്ഞത് പോലും കംഫർട്ട് സ്പേസിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നതിന്, ഓ ചങ്ങായി പറഞ്ഞല്ലോ ഒന്ന് മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ ഓഡിയോ അയക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കംഫർട്ട് സ്പേസിൽ നിന്ന് ഒന്ന് തള്ളി പുറത്തേക്ക് ഇടുന്നത് പോലും സ്ട്രെസ് ആണ് ഒബ്വിയസ്ലി. ഓക്കെ, എല്ലാവരും ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ്, ഹൗ ടു സ്ട്രെസ് മാനേജ്മെന്റ് ചോദിച്ചു, വെരി ഗുഡ്. അപ്പോ സ്ട്രെസ്സും മെന്റൽ ഹെൽത്തും പിന്നെ കൂടുതലായിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രെസ് എന്താണെന്ന് നമുക്കറിയാം, മെന്റൽ ഹെൽത്ത് എന്താണെന്ന് അറിയാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ഞാനിപ്പോ തുടക്കത്തിൽ പറയാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒബ്വിയസ്ലി ഫസ്റ്റ് വൺ സ്ട്രെസ് ആണ്. എല്ലാ സ്ട്രെസ്സും മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും. എന്താണ് സ്ട്രെസ്? എല്ലാ സ്ട്രെസ്സും നമ്മളെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും. ഇൻ കേസ് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സിംറ്റം ആയിട്ട് പുറത്തേക്ക് വരും? രണ്ടാമത്തത്, അതായത് പിന്നെ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം എങ്ങനെ സിംറ്റം ആയിട്ട്, എന്തൊക്കെ സിംറ്റംസ് സ്ട്രെസ്സിൽ നമുക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. മൂന്നാമത്തത്, സ്ട്രെസ്സിനോട് ഇപ്പൊ എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ ആ സ്ട്രെസ്സിനോട് കോപ്പ് ചെയ്യുന്ന രീതി, പൊരുത്തപ്പെടുന്ന രീതി, അല്ല സ്ട്രെസ്സിന് നിങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ട്രെസ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. ഒബ്വിയസ്ലി ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് ചാറ്റ് ബോക്സിൽ അയച്ച ഒരാൾ പറഞ്ഞത്
ലൗഡ് വൺസിന് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോ പിന്നെ സ്ട്രെസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടില്ലേ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഓവറോൾ ഇന്നത്തെ ക്ലാസ് സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, മാനേജ് ചെയ്തിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും, മാനേജ് ചെയ്യാൻ എന്റെ ഒരു 6 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ബോറടിപ്പിക്കാതെ പറയാൻ വേണ്ടിയിട്ട് വിചാരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ശരി. പിന്നെ തുടക്കത്തിലൊരു പിന്നെ 2 സംഭവം പറഞ്ഞിട്ട് തുടങ്ങാം. റീസെന്റ് ആയിട്ട് ഞാന് പിന്നെ എന്റെ നാട്ടിൽ ഒരു പരിചയമുള്ള ഡോക്ടർ ഉണ്ട്. ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, എന്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിലൊക്കെ തന്നെയും, ഷഫീഖ്, വരുന്ന പേഷ്യൻസിലൊക്കെ തന്നെയും ശരിയാ നമ്മളാണ് മരുന്ന് കൊടുക്കുന്ന ചികിത്സിക്കുന്ന ഒക്കെ തന്നെയും, പക്ഷെ നിങ്ങൾക്കാണ് കേട്ടോ ഈ കേസൊക്കെ വരേണ്ടത്. ഞാൻ ചോദിച്ചാൽ എന്താ സാർ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ഡോക്ടർ പറയാണ്, നമ്മുടെ അടുത്തേക്ക് വരുന്ന ഭൂരിഭാഗം കേസുകളും ഒന്നുകിൽ തലവേദന ആയിരിക്കും, ബാക്ക് പെയിൻ ആയിരിക്കും, ഗ്യാസ് ട്രബിൾ ആയിരിക്കും, നെഞ്ഞെരിച്ചിലായിരിക്കും, ബോഡി പെയിൻ ആയിരിക്കും. ഇതൊക്കെയാണ് ഇവർ പറയുന്ന പ്രശ്നങ്ങൾ. ഭൂരിഭാഗം വരുന്ന എന്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറാണല്ലോ. പക്ഷെ ഇവരൊക്കെ തന്നെയും ഈ ശാരീരികമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയും കാരണം സ്ട്രെസ്സാണ്. വീട്ടില് എന്തൊക്കെയോ അർത്ഥത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് ഞാൻ പിന്നെ ഒരു 6 ഇയേഴ്സ് ബാക്ക്, ഞാനൊരു 2014 +2 കുട്ടികൾക്ക് പിന്നെ സൈക്കോളജി പഠിപ്പിക്കുന്ന സമയത്ത്, +2 സൈക്കോളജി പഠിപ്പിക്കുന്ന സമയത്തും ഒരു ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ ഇയർ അടക്കം മെൻഷൻ ചെയ്തിട്ട് ഒരു സ്റ്റഡി മെൻഷൻ ചെയ്ത് കണ്ടിരിക്കുന്നു. 50% ഓഫ് ഇന്ന് കാണുന്ന ശാരീരിക അസുഖങ്ങളുടെയും, സ്ട്രെസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് സെന്റൻസ് തന്നെ അതാണെന്നാണ് എന്റെ ഓർമ്മ, ഇന്ന് കാണുന്ന ശാരീരിക അസുഖങ്ങളുടെ ഒക്കെ തന്നെയും 50% കാരണം സ്ട്രെസ് ആണെന്നുള്ളത്. ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വിഷയത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായാലാണല്ലോ കൂടുതലായിട്ട് നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കുക. അപ്പൊ അത് ഒരുപക്ഷെ നമ്മുടെ അമ്മയായിരിക്കാം, ഉമ്മയായിരിക്കാം, നമ്മുടെ അനിയത്തിയായിരിക്കാം, അനിയനായിരിക്കാം, അല്ലെങ്കിൽ അമ്മമ്മയായിരിക്കാം. ഇവരൊക്കെ കാണിക്കുന്ന ശാരീരിക അസുഖങ്ങളുടെ 50% കാരണം സ്ട്രെസ് ആണത്. ഇനി അതവിടെ നിൽക്കട്ടെ, നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ സൈക്കോളജി സ്റ്റുഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ പോലും ശാരീരിക അസുഖങ്ങളെ പോലെ തന്നെയാണ് മാനസിക അസുഖങ്ങൾ പോലെ തന്നെയാണ് ചികിത്സിച്ച് മാറ്റേണ്ടത്, സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ കണ്ട് മാറ്റേണ്ടത്. പക്ഷെ എല്ലാ നിങ്ങൾ മാനസിക രോഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോസസ്, അതിനകത്ത് ആരോ നമ്മുടെ വോയിസ് കട്ടാകുന്നുണ്ടോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ആൾക്ക് മാത്രമുള്ള ഒരു എക്സ്പീരിയൻസ് ആണോ അല്ല എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു അപ്പ. ശരി. അപ്പോ നിങ്ങള് എല്ലാ മാനസിക രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും കോസസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ജെനറ്റിക്സ് കാണാൻ പറ്റുമായിരിക്കും, ബയോളജിക്കൽ കോസസും കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്ട്രെസ്സും. അതായത് സ്ട്രെസ്സിനെ നിങ്ങൾ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ശാരീരിക അസുഖവും വരാം, മാനസിക അസുഖവും വരാം. ഇപ്പൊ കുറെ ആള് ഇന്നത്തെ ക്ലാസ്സിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നതും സ്ട്രെസ് മാനേജ്മെന്റ് തന്നെയാണ്. ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. അതിന് മുമ്പ് ചെറിയൊരു സംഭവം പറയാം. ഇപ്പൊ ഒരു കേസ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ആ കേസിന് എനിക്ക് പണ്ടറിയാം. പണ്ടെന്ന് പറഞ്ഞ ഒരു 2-3 ഇയേഴ്സിന് മുന്നേ എനിക്കറിയാം. എൻ്റെ ഒരു ക്ലാസ്സിൽ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അല്ലാതെ നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളും കൂടിയാണ്. നല്ല പോസിറ്റീവ് വൈബുള്ള നമ്മൾ ചില ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറയും നല്ല പോസിറ്റീവ് വൈബാണ്, നല്ല പോസിറ്റീവ് വൈബുള്ള, എപ്പോഴും എനർജി കീപ്പ് ചെയ്യുന്ന, എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സുഹൃത്ത് ഇപ്പോ സിവിയർ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിവിയർ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വന്ന ഫസ്റ്റ് ദിവസം ആള് കരഞ്ഞോണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഞാൻ എന്തോരം മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന ആളാണ്, ഞാൻ എത്ര പേർക്ക് മോട്ടിവേഷൻ കൊടുത്തിരുന്ന ആളാണ്, ഞാൻ ഇങ്ങനൊരു അവസ്ഥ അനുഭവിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പോലും വളരെ ഹാപ്പിയാണ്, വളരെ ഹെൽത്തിയാണ്, ഭയങ്കര എനർജി തരുന്ന ഒരു വൈബുള്ള ഒരാളാണ് നമ്മൾ വിചാരിച്ച ഒരാൾ പോലും ഡിപ്രഷനായിട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ ആ കേസ് മുഴുവൻ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത്, പുള്ളിക്കാരി ഇപ്പൊ അല്ല, കുട്ടിക്കാലം മുതലേ ഉള്ള പല പല സ്ട്രെസ്സുകളും,
പല പല സ്ട്രെസ്സുകൾ നമ്മുടെ ലൈഫിൽ നിങ്ങളും ഇത് ഓരോരുത്തരും നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ സ്ട്രെസ്സുകൾ പുള്ളിക്കാരി ഡീൽ ചെയ്യാതെ വെച്ചു. അച്ഛൻ്റെ അടുത്തുനിന്നുണ്ടായ അനുഭവം, അമ്മ പറഞ്ഞ കുറച്ച് വാക്കുകൾ, പിന്നെ അതിനുശേഷം ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നുണ്ടായിട്ടുള്ള ലവ് അഫെയറിന്റെ അടുത്ത് നിന്നുണ്ടായിട്ടുള്ള ഇപ്പൊ കറന്റ് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവുന്ന ചില സ്ഥലത്തൊക്കെ സ്ട്രെസ്സിനെ കൃത്യമായിട്ട് കോപ്പ് ചെയ്യാത്തത് കൊണ്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള സ്ട്രെസ്സുകളെ ചേർത്ത് വെച്ചാണ് ഇന്ന് അവരനുഭവിക്കുന്ന ഡിപ്രഷൻ. ഇത് ഞാൻ കൃത്യമായിട്ട് എല്ലാം ഒരു ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ പറയാം. ഇനി നിങ്ങൾ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സ്ട്രെസ്സിനെ പോലും നിങ്ങൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് എങ്ങനെ നിങ്ങളെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ ദിവസം നമുക്ക് ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഉണ്ടാവും. ആ സ്ട്രെസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നില്ല. ഏറ്റവും ചെറിയ എക്സാമ്പിൾ ഇങ്ങനെയാണ്. നിങ്ങൾ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിന്റെ മുറ്റത്തുനിന്ന് ഒരു ചെറിയ ഒരു കല്ലെടുത്ത് നിങ്ങളുടെ പോക്കറ്റിലിടുന്നു. എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നു, അല്ല നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്നു, അല്ല നിങ്ങൾ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു, അല്ല കടയിലേക്ക് പോകുന്നു. ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ കല്ലെടുത്ത് പോക്കറ്റിലിടുന്നു. ശരിയാണ്, നമുക്ക് ഒരു ചെറിയ കല്ലെടുത്ത് പോക്കറ്റില്ല, നമുക്ക് ഭാരം അനുഭവപ്പെടില്ല, നമുക്ക് പ്രയാസം അനുഭവപ്പെടില്ല. പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ഈ കല്ല് നിങ്ങൾ പുറത്തേക്ക് എടുത്ത് കളയുന്നില്ലെങ്കിൽ ഇതിന്റെ ഭാരം കൂടി നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ഇതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ പ്രധാനമായിട്ട് 2 സ്ട്രെസ് ഉണ്ട് കേട്ടോ. ഈ പറയുന്ന മറ്റന്നാൾ എന്റെ അനിയന്റെ കല്യാണമാണ്, ഈ സൺഡേ. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്, അത് സ്ട്രെസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസൈൻ ബോൾട്ട് ഓടാൻ നിൽക്കുമ്പോഴുള്ള സ്ട്രെസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സ്ട്രെസ് ഇല്ലായിരുന്നെങ്കിൽ യെസ് ഒബ്വിയസ്ലി ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ യൂസ്ട്രെസ് ആണ്, ആവശ്യമാണ്. അതെങ്ങനെ നമുക്ക് തരംതിരിക്കാന്ന് വെച്ചാൽ ഇതെങ്ങനെ മനസ്സിലാവും ഈ സ്ട്രെസ് യൂസ്ട്രെസ് ആണോ നെഗറ്റീവ് സ്ട്രെസ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഡിസ്ട്രെസ് ആണോ എന്നുള്ളത്? എന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് കൂട്ടുകയും അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയും എന്റെ മെന്റൽ ഹെൽത്ത് നന്നാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ കുറച്ച് സ്പീഡിൽ ഓടി 1ാം സ്ഥാനത്തെത്തി എന്റെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിച്ച് ഞാൻ മെന്റൽ ഹെൽത്തി ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് യൂസ്ട്രെസ്. ഒരു എനർജി ഉണ്ടായതിന്റെ പേരിൽ നാളെ കല്യാണത്തിന്റെ ഇടയ്ക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഒഴിവായി കല്യാണം വളരെ ഭംഗിയായിട്ട് നടക്കുന്ന കണ്ടിട്ട് സന്തോഷിച്ച് എനിക്കൊരു ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നത് കൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് യൂസ്ട്രെസ് ആണ്. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഉള്ളൊരു ഡിസ്ട്രെസ് കൊണ്ട് നാളെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവുന്നു, അതിനെ കൊണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ, നല്ലൊരു നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് യൂസ്ട്രെസ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ അത് നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങളെ കുറെ കൂടെ പ്രയാസത്തിലാക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡിസ്ട്രെസ് അല്ലെ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം. അതൊരു പക്ഷെ കാമുകനാവാം. നമ്മൾ കാമുകൻ എങ്ങനെ ഒഴിവാക്കുമെന്ന് വിചാരിക്കും, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല പറയുന്നില്ല, ഞാൻ മുന്നേ ഹാപ്പി ആയിരുന്നു, ഇപ്പൊ ഒട്ടും ഹാപ്പി അല്ല, പക്ഷെ ഇപ്പൊ എങ്ങനെ ഒഴിവാക്കാനാ? അത് കൃത്യമായിട്ട് ഡിസ്ട്രെസ് ആണ്. നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുന്നല്ല, നമ്മൾ നേരെ മറിച്ച് പ്രയാസത്തിലാവുകയാണ് എങ്കിൽ അത് ഡിസ്ട്രെസ് ആണ്. ഞാൻ സ്ട്രെസ് എങ്ങനെ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് പിന്നെ പറയാനുള്ള ലക്ഷണങ്ങളിലൂടെ ഞാൻ പറയാം. ഇപ്പൊ സ്ട്രെസ് എങ്ങനെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ തുടങ്ങിയ സാധനം ഒരു ലേഡിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ട്രെസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും മോട്ടിവേഷണൽ വീഡിയോ കാണുന്ന ഒരു PMA ഗഫൂറിന്റെയോ അല്ലെങ്കിൽ നമ്മള് പിന്നെ അത്രയും എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ മോട്ടിവേഷൻ വീഡിയോ കാണുന്നത് കൊണ്ടൊന്നും മാത്രം നമ്മൾ സ്ട്രെസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാ കാലം ഹാപ്പി ആയിട്ടിരിക്കില്ല. അപ്പോൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസും 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതിന്റെ ഔട്ട്കം ഉണ്ടാവുക എന്നുള്ളത് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്ട്രെസ് ഇമ്മീഡിയറ്റ് സ്ട്രെസ്സും ഉണ്ട്, ലോങ് ടേം സ്ട്രെസ്സും ഉണ്ട്. ഇമ്മീഡിയറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബയോളജിക്കലി ദൈവം തന്നതോ അല്ലെങ്കിൽ നമുക്ക് ബയോളജിക്കലോ ഒരു പെട്ടെന്നൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനോട് നമ്മൾ പോലും അറിയേണ്ട പെട്ടെന്ന് തന്നെ തിരിച്ച് റിയാക്ട് ചെയ്തു പോകും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. നമുക്കതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയാം. പെട്ടെന്നൊരു പട്ടീനെ കാണുന്നു, അല്ലെ പെട്ടെന്നൊരു പാമ്പിനെ റൂമിൽ കാണുന്നു, അന്നേരം നമ്മൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് നമുക്കറിയാം. അത് നമ്മളൊന്നും അറിയേണ്ട, നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പെട്ടെന്ന് തന്നെ നമ്മളോട് ചെയ്തു. എന്നാൽ ഈ സ്ട്രെസ്സിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ലോങ് ടേം ആയിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ്.
അത് നമ്മൾ എങ്ങനെയൊക്കെ ബാധിക്കും? ശാരീരികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങൾ ഒരുപക്ഷെ തലവേദന ഉണ്ടാക്കാം, നെക്ക് പെയിൻ ഉണ്ടാക്കാം, ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കാം, ബോഡി പെയിൻ, ബോഡിയിൽ ഓരോ ശാരീരിക ഭാഗങ്ങളിൽ പെയിൻ ഉണ്ടാക്കാം. ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് ആണ് ഈ പറയുന്ന പിന്നെ സൈക്കോ സൊമാറ്റിക് ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തത് അല്ലെ. ശരീരത്തിലെ ചില ഭാഗങ്ങൾ, ചില അവയവങ്ങൾ പ്രവർത്തിക്കാണ്ടായിപ്പോയി. നാളെ യുദ്ധത്തിന് പോകേണ്ട പട്ടാളക്കാരന് ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് കണ്ണ് കാണാണ്ടാവുന്നു, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേക്കാൻ നേരത്ത് അയാൾക്ക് കൈ വർക്ക് ചെയ്യാൻ പറ്റില്ല. കൈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തിന് പോയിട്ട് വെടിവെക്കാൻ പറ്റുള്ളൂ, അല്ല അയാൾക്ക് നടക്കാൻ പറ്റില്ല. ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് കാലനങ്ങുന്നില്ല. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആ സ്ട്രെസ് ആണ്. ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ബോഡി കണ്ടെത്തുന്ന ഒരു ഡിഫൻസീവ് മെക്കാനിസം ആണ്, അല്ലെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അപ്പൊ ഇതുപോലെ ശരീരം എങ്ങനെയാണെങ്കിലും നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടേ എന്നുള്ളത് സിംറ്റമായിട്ട് കാണിക്കും. ഞാനിപ്പോ പറഞ്ഞ പോലെ തലവേദനയോ ചെസ്റ്റ് പെയിനോ പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ പിന്നെ നെക്ക് പെയിനോ ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ ലൂസ് മോഷനോ ഒക്കെ ആയിട്ട് ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. ഇനി ഇതല്ല, ഞാൻ സൈക്കോളജിക്കലാണ് പറയുന്നത്. സൈക്കോളജിക്കലകത്ത് ഒരുവിധം എല്ലാവരും പറയുന്നത് സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവിക്കുമ്പോൾ നമുക്കറിയാം ക്ഷീണം അനുഭവിക്കും, അല്ലെങ്കിൽ താല്പര്യം കുറയും. ഇതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആ സ്ട്രെസ്സിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് തരത്തിൽ അത് ബാധിക്കും. രണ്ട് തരത്തിൽ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്ട്രെസ് നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കും. അത് എക്സാമിന് തോറ്റതാവാം, കൊറോണ ബാധിക്കുമോ എന്നുള്ളതാവാം, എക്സാമിന് ഫെയിൽ ആവുമോ എന്നുള്ളതാവാം, ഫെയിൽ ആയതായിരിക്കാം, ലവ് ഫെയിലിയേഴ്സ് ആവാം, അമ്മ ചീത്ത പറഞ്ഞതാവാം, നിങ്ങൾ വിചാരിച്ചൊരു ഡ്രസ്സ് കിട്ടാത്തതാവാം, ഓർഡർ ചെയ്തൊരു സാധനം വരാത്തതാവാം. ഒക്കെ സ്ട്രെസ് അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പെർഫോമൻസിനെ മോശമാക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ഉറക്ക് കൃത്യമാവുന്നില്ല, അല്ലെ നമ്മുടെ പിന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ തന്നെ നമുക്കറിയാം സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങളാണ്. സ്ട്രെസ് നിങ്ങൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നില്ല രണ്ട് തരത്തിൽ ഇതിനെ ബാധിക്കും. രണ്ട് തരത്തിൽ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ സ്ട്രെസ് ഉണ്ടായ സംഭവത്തിനെ, സ്ട്രെസ് ഉണ്ടായ ഒരു കാര്യത്തിനെ പറ്റിയിട്ട്, കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ലൈഫിൽ ഉണ്ടായ ആ സ്ട്രെസ്സിനെ പറ്റി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യും. ലവ് ഫെയിലിയേഴ്സ് ആവാം, ബ്രേക്കപ്സ് ആവാം, ഫ്രണ്ട്സ് നിങ്ങളോട് ചെയ്ത് എന്തെങ്കിലും ഒരു ചതിയാവാം, അല്ലെ നിങ്ങൾ വിശ്വാസവഞ്ചനയാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതാവാം, എന്തെങ്കിലും നശിച്ചു പോയതാവാം. ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രെസ്സിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട്, ഓബ്വിയസ്ലി അതൊരു സ്ട്രെസ്സാണ്. ഞാൻ ഇനി നെക്സ്റ്റ് പറയും കേട്ടോ, അതിനെങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ അത് കോപ്പി ചെയ്യണം എന്നുള്ളത് ഞാൻ പറയും. പക്ഷെ ആ സ്ട്രെസ്സിനെ പറ്റി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം ആ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റിലാണ് നിങ്ങളുടെ ലൈഫ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഡിപ്രഷൻ. കാരണം ഡിപ്രഷൻ എന്ന് പറയുന്നത് കൂടുതലും പാസ്റ്റ് ഓറിയന്റഡ് ആണ്. നമ്മൾ കഴിഞ്ഞു പോയതിനെ മുഴുവനും കുറ്റബോധത്തിൽ ആലോചിച്ചുകൊണ്ട് ഒരു കുറ്റബോധം ഉണ്ടാവുക, ഒന്നും ശരിയാവില്ല എന്നുള്ള ചിന്ത, കഴിഞ്ഞു പോയ ചെറിയ കുറച്ച് സംഭവങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുക. അപ്പോ നിങ്ങൾ കഴിഞ്ഞു പോയ കഴിഞ്ഞു പോയതിനെ പറ്റി, സ്ട്രെസ്സുകളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഡിപ്രഷൻ. ഇനി അതോടെ നിൽക്കട്ടെ, നിങ്ങൾ അങ്ങനെയല്ല ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്നതിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം കൊറോണ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. ആണ്. പക്ഷെ എനിക്ക് ബാധിച്ചോ? ഇല്ല. പക്ഷെ ബാധിക്കുമെന്ന് പേടിയുണ്ട്. ശരി, ബാധിക്കുമെന്ന് ആലോചിച്ചിട്ടെന്താ? എനിക്കിപ്പോ ഉറക്കില്ല, ഭക്ഷണമില്ല, എനിക്ക് പിന്നെ ആരോട്ട് മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? വരുമോ എന്ന് ആലോചിച്ചിട്ട്, സ്ട്രെസ് സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പത്തെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതും ഈ പറഞ്ഞ പോലെ, ഞാൻ നേരെ പാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഒരു സ്ട്രെസ് അനുഭവിക്കുന്നു, അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ട് എക്സാം എഴുതി. സോ വേർഡ് സ്ട്രെസ് ആണ്. നമ്മളെ കംഫർട്ടിന്റെ പുറത്തേക്ക് വന്നു, ഒരു എൻട്രൻസ് എക്സാം എഴുതി, റിസൾട്ട് എന്താവും? റിസൾട്ട് വന്നില്ല. വരുന്നതിന് മുന്നേ തന്നെ റിസൾട്ട് വരും. നമ്മളിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല നമുക്കറിയാം. എന്നാലും നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്ന ലൈഫിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിക്കേക്ക് ആക്കുകയും ഫ്യൂച്ചറിനെ പറ്റി മാത്രം ആലോചിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ആങ്സൈറ്റി. നമ്മൾ ഉത്കണ്ഠ എന്ന് പറയും, ആങ്സൈറ്റി. അപ്പോ എന്റെ ക്ലാസ് കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം,
ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ, സ്ട്രെസ് ഉണ്ടായാൽ ഞാൻ പാസ്റ്റിലാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഫ്യൂച്ചറിലാണോ? അതായത് വരാൻ പോകുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, അല്ല കഴിഞ്ഞു പോയതിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത് രണ്ടും കൃത്യമായ ഒരു അഡാപ്റ്റീവ് മെത്തേഡ് അല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞതിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യും. ഇനി വരാൻ പോകുന്നതിനെ പറ്റി തന്നെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആങ്സൈറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ഞാൻ പാസ്റ്റും പറഞ്ഞു വേണ്ടാന്ന്, ഫ്യൂച്ചർ പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നത്തേനെ നഷ്ടപ്പെടുത്തുന്നല്ലാതെ, നിങ്ങളുടെ അടുത്തുള്ള അനിയത്തിന്റെ കൂടെയുള്ള കളി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലെ ഉമ്മയുടെ അടുത്തുള്ള നിങ്ങളുടെ ഇന്ററാക്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ കഴിഞ്ഞതിനെ പറ്റി ഇങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ കുറ്റബോധത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെ നഷ്ടബോധത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പ്രസന്റിൽ ഒരുപാട് നല്ലതുണ്ട്, അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്ട്രെസ്സിന്റെ പാസ്റ്റ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരുന്ന ടെൻഷൻ നിങ്ങൾ പ്രസന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ്, സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ്, ഒബ്വിയസ്ലി സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അതിനോട് അഡാപ്റ്റ് ചെയ്യേണ്ട രീതിയാണ്. രണ്ട് രീതിക്കുള്ള സ്ട്രെസ്, നിങ്ങളുടെ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ രണ്ട് രീതിക്കുള്ള മെത്തേഡാണുള്ളത്. ഒന്നുകിൽ അഡാപ്റ്റീവ് കോപ്പിങ്ങും, രണ്ടാമത്തെ മാൽ അഡാപ്റ്റീവ് കോപ്പിങ്ങും. ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം, അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. യൂഷ്വലി നമ്മൾ എല്ലാ സൈക്കോളജിസ്റ്റുകളും എംഫിൽ ചെയ്യുമ്പോൾ, അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ നമ്മളോട് ചോദിക്കുന്ന കൗൺസിലിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇട്ട് തരുന്ന ഒരു ഡിലെമയാണ്. ഇപ്പോ ഒരു വൈഫ് ഒരു ഹസ്ബൻഡ് വന്നു കൗൺസിലിങ്ങിനകത്ത്. ഹസ്ബൻഡ് മദ്യപിക്കുന്നു എന്നുള്ളതാണ്, മദ്യപിച്ച് പിന്നെ ലെക്ക് കെട്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ചിലപ്പോൾ വഴിയിലൊക്കെ കിടക്കുന്നു. ഇതാണ് വൈഫിന്റെ പരാതി. ഹസ്ബൻഡിന്റെ പരാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വൈഫ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എപ്പോഴും എന്നെ ചീത്തയാണ്, എന്നെ സംശയമാണ്, എന്നെ തല്ലും. ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്യും, എന്നെ തല്ലും. കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് ആദ്യം കൗൺസിൽ ചെയ്യാം? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഓരോരുത്തർക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഏഞ്ചൽ പറഞ്ഞു, ഏഞ്ചൽ ഫൈൻ. വൈഫിനെ, ഓക്കെ, വൈഫിനെ കൗൺസിൽ ചെയ്യണം, ഹസ്ബൻഡിനെ തല്ലാൻ പാടില്ല. ശരി, വേറെ? അബാന എല്ലാവരും അവിടെ തന്നെ ഉണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുട്ടികളൊക്കെ സ്ഥിരം ചെയ്യുന്ന പോലെ ഓൺലൈനിൽ പിന്നെ ജോയിൻ ചെയ്തിട്ട് പോകുന്ന പരിപാടിയാണോ? ഫൈൻ. ബാക്കി ആൾക്കാർക്ക് പറയാം. വൈഫിനെ ബോത്ത് വൈഫ് ഹസ്ബൻഡ്, ബോത്ത് ഓഫ് ദം, ഹസ്ബൻഡ് മേ ബി, യെസ്, വൈഫിനാണല്ലോ കൂടുതൽ കൗൺസിൽ ചെയ്യാൻ പറഞ്ഞത്. എന്താ ഹസ്ബൻഡിനെ തല്ലാൻ പാടില്ലേ? എന്താ ഹസ്ബൻഡിന്റെ വൈഫിനെ മാത്രമേ തല്ലാൻ പാടുള്ളൂ? ഈക്വാലിറ്റി വേണ്ടേ? ഹസ്ബൻഡ് മോശമല്ല. ഓക്കെ, ശരി, നമ്മൾ രണ്ടുപേരെയും കൗൺസിൽ ചെയ്യണം എന്നുള്ളതാണ്. ഫോർ ബോത്ത്, ഫസ്റ്റ് വൈഫിനെ ദെൻ ഹസ്ബൻഡ്. ഹസ്ബൻഡ് വൈഫിനോട് പറയാം തല്ലരുത്. യെസ്, ഓക്കെ. ഇനി ഞാൻ പറയാം, നമ്മൾ സമയം ഒരുപാട് വെറുതെ പോകും. ഒരു 25 മിനിറ്റ് കൂടെ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ശരി, നമ്മൾ ആരെ കൗൺസിൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് മദ്യപിക്കാൻ തുടങ്ങിയത്? വൈഫ് എന്നെ തല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയതെങ്കിൽ ഞാൻ വൈഫിന് ആദ്യം കൗൺസിൽ ചെയ്യും. കാരണം ഹസ്ബൻഡ് മദ്യപിക്കാൻ തുടങ്ങിയത് വൈഫിന്റെ അടുത്തുള്ള തല്ല് നിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ല തല്ലിനെ സഹിക്കാൻ പറ്റാണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റായിട്ടാണ്. നേരെ മറിച്ച് വൈഫ് എപ്പം മുതൽ ഹസ്ബൻഡിനെ തല്ലാൻ തുടങ്ങിയത്? ഞാൻ മുന്നേ ഒന്നും തല്ലാറുണ്ടായിരുന്നില്ല, ഇയാൾ മദ്യപിക്കാൻ തുടങ്ങിയപ്പോഴാണ് തല്ലാൻ തുടങ്ങിയത്. അങ്ങനെയാണ് മദ്യപാനം. നമ്മള് കാരണത്തിന് അഡ്രസ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന്റെ പ്രശ്നം കൊണ്ടാണ് ഹസ്ബൻഡ് മദ്യപിക്കാൻ തുടങ്ങിയെങ്കിൽ വൈഫിനെ കൗൺസിൽ ചെയ്യും. തല്ല് സഹിക്കാൻ പറ്റാണ്ടാണ്, അല്ലെങ്കിൽ ചീത്ത വിളി സഹിക്കാൻ പറ്റാണ്ടാണ് മുപ്പര് ടെൻഷൻ അടിച്ചിട്ട് മദ്യപിക്കുന്നെങ്കിൽ അത് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുപ്പര മദ്യപാനം നിർത്തും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ, ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ ഹസ്ബൻഡിനെ ഞാൻ കൗൺസിൽ ചെയ്തു, വൈഫിന്റെ അടിയും ചീത്ത വിളിയൊന്നും നിർത്തിയില്ല, ഹസ്ബൻഡിനെ ഞാൻ പോയിട്ട് കൗൺസിൽ ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണം? മദ്യപിക്കരുത് കേട്ടോ. വൈഫ് പിന്നെ തല്ലിക്കഴിഞ്ഞാൽ ചീത്ത വിളിച്ചാൽ നിങ്ങൾ മദ്യപിക്കരുത്. ശരി, മദ്യപാനം മുപ്പര് നിർത്തി. ഒരു ഡൗട്ടും വേണ്ട, അടുത്ത ആഴ്ച മുപ്പര് കഞ്ചാവ് വലിക്കാൻ തുടങ്ങും. കാരണം മുപ്പരുടെ വീട്ടിലെ
സ്ട്രെസ് പ്രോബ്ലം സോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ്. യെസ്, നെക്സ്റ്റ്. ഇനി നേരെ തിരിച്ചാണ്. ഹസ്ബൻഡിന്റെ പ്രശ്നം കൊണ്ടാണ് വൈഫ് തല്ലുന്നത്. വൈഫ് മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ബേസിക് ട്രീറ്റ് അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഹസ്ബൻഡിന്റെ പ്രശ്നം കൊണ്ടാണ് ഹസ്ബൻഡ് ഇത്. അപ്പൊ ഇത് ഞാൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അതിനോട് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ അഡാപ്റ്റീവ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചില ഒന്ന് രണ്ട് കേസുകൾ പറയാം. ഇപ്പോ എന്റെ അടുത്തൊരു ഒരു 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 14 വയസ്സിലൊരു പിന്നെ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ വന്നിട്ട് മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നതാണ്. മോൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പണ്ടൊന്നും ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ ആരോടും സംസാരിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഉൾവലിഞ്ഞ ഒരു ഇൻട്രോവേർട്ടിന് പോലെയായിരുന്നു ഞാൻ. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് മോശമല്ല കേട്ടോ, നല്ലൊരു പേഴ്സണാലിറ്റി. ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ആരോടും സംസാരിക്കും, എനിക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ ഒരു ധൈര്യം ഉണ്ടാവില്ല, ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അഞ്ചാം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ നല്ല ധൈര്യം കിട്ടാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ആളുടെ പ്രോബ്ലം സ്ട്രെസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ലാക്കാണ്, കുറവാണ്. അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നതിന് പകരം മൂപ്പര് മാൽ അഡാപ്റ്റീവ് മെത്തേഡാണ് ഉപയോഗിച്ചത്. മാൽ അഡാപ്റ്റീവ് കോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് എന്താണ് സ്ട്രെസ് ഉണ്ടാകുന്നത് അതിന് തൽക്കാലം അതിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ്. അതിനെ കൈകാര്യം ചെയ്യാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് തൽക്കാലം ഒളിച്ചോടുക. ഉദാഹരണത്തിന് ഈ പറഞ്ഞ ഇയാള് വൈഫിന്റെ അടുത്തുള്ള തല്ല് കൊള്ളുന്നതിന് പകരം മൂപ്പര് തല്ലുകൊള്ളും ചീത്ത വിളിയും കേൾക്കുന്നതിന് പകരം മൂപ്പര് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം കള്ളു കുടിച്ചുകൊണ്ട് ആൾക്ക് കിട്ടുന്ന തല്ലുകൊള്ളും ചീത്ത വിളി കുറയോ, അവരടക്കുള്ള ഫാമിലി പ്രോബ്ലം കുറയോ, കൂടുള്ളൂ. പക്ഷെ മൂപ്പര് ആക്ച്വലി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് എന്താ പറയാ, കള്ളു കുടിച്ചാലും കഞ്ചാവ് വലിച്ചാൽ മീൻസ് കള്ളു കുടിച്ചാലെങ്കിലും ഈ പറയുന്ന ചീത്ത വിളി കേൾക്കുന്നത് ഇന്ന് കുറച്ച് സമാധാനം ഉണ്ടാവില്ലേ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെപ്പറ്റി പിന്നെ ആലോചിക്കണ്ടല്ലോ. ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന ആ സങ്കടം കുറച്ചൊന്ന് കുറയുമല്ലോ എന്നുള്ള ആലോചിക്കാൻ വേണ്ടി പല ആൾക്കാരും ഈ പറയുന്ന സിഗരറ്റ് വലിക്കുന്നത്. എനിക്ക് എനിക്ക് നല്ല സ്ട്രെസ് വരുന്നു, നല്ല ടെൻഷൻ വരുമ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കും. ആ ടെൻഷന് കോപ്പ് ചെയ്യാനുള്ള, പൊരുത്തപ്പെടാനുള്ള, അതിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലില്ലാത്തതുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്നത്. അതുകൊണ്ട് അയാൾ ടെൻഷൻ കുറയുമോ? ഇല്ല, അടുത്ത പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ആക്ച്വൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിന് പകരം അതിന് തൽക്കാലം ഒളിച്ചോടിയിട്ട് തൽക്കാലത്തെ ഒരു സമാധാനത്തിന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, പക്ഷെ അതുകൊണ്ട് കൂടുതൽ പ്രയാസങ്ങൾ പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അതിന് മാലഡാപ്റ്റീവ് കോപ്പിംഗ് എന്നാ പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഈ ഓഡിയോ കേൾക്കുന്ന ആൾക്കാരിൽ തന്നെ ചില ആൾക്കാർ വീട്ടില് അമ്മ അല്ലെ ഉമ്മ എന്തെങ്കിലും ചീത്ത പറയുമ്പോ, എന്തെങ്കിലും പണി പറയുമ്പോ, അല്ലെ എന്തെങ്കിലും കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് കേറി ഡോറ് വാതില് നല്ല പോലെ മുറുക്കി അടച്ചിട്ട്, ഒച്ചത്തിലായിട്ട് അടച്ചിട്ട്, അല്ല തിരിച്ച് ഷൗട്ട് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടാവില്ലേ? ആക്ച്വലി ആ ഉമ്മ പറയുന്ന ആ കുറ്റപ്പെടുത്തൽ കേൾക്കാനുള്ള ഒരു സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രം ഉറക്കെ വാതിലടക്കി, അതുകൊണ്ട് അമ്മയായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ തകരാറോ, തൽക്കാലം അത് കേൾക്കണ്ടാലോ എന്നുള്ളൊരു സമാധാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊരു മാലഡാപ്റ്റീവ് കോപ്പിംഗ്. അതിനോട് പൊരുത്തപ്പെടല്ല ചെയ്യുന്നത്, നമ്മൾ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക പ്രശ്നങ്ങളും. ഉദാഹരണത്തിന് പിന്നെ കൗൺസിലിങ്ങിനൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് പ്രായമായ അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ പാടുള്ള സ്ത്രീകൾ പലപ്പോഴും കൗൺസിലിങ്ങിന് വരാറുണ്ട്. അവർക്ക് ഇടക്കിടക്ക് തലവേദന, പനി, വയ്യായ്മ, ശാരീരിക അസുഖങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ പാട് ചില കേസുകളിലാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. അപ്പൊ കൗൺസിലിങ്ങിന് വന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഹസ്ബൻഡ് ഇതുവരെയും സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊന്നും പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉത്തരവാദിത്വം നേക്കണ്ടായിരുന്നു, ഇങ്ങനെ സാധനങ്ങൾ അടുക്കി വെക്കണ്ടായിരുന്നു, ഇങ്ങനെ പിന്നെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ കൂടെ ഒരാളോ കാര്യങ്ങളും കൂടെ ഏറ്റെടുക്കണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് സ്ട്രെസ് കൂടി. അങ്ങനെ ഇരിക്കെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തലവേദന വന്നത്, അല്ലെങ്കിൽ ഒരു പനി വന്നത്. അന്ന് എനിക്ക് എന്ത് കിട്ടി? കുറച്ചൊന്ന് റിലാക്സേഷൻ കിട്ടി. എല്ലാവരും പറഞ്ഞു ഇനി പണിയെടുക്കണ്ട, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോടും, നല്ല പനിയല്ലായിരുന്നു, നല്ല പനി. ജീവിതത്തിലെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഈ ഇടക്കിടക്ക് ശാരീരിക അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒളിച്ചോടാൻ പറ്റുന്ന ചില കല്യാണം കഴിഞ്ഞ പാട് ഹസ്ബൻഡ് വീട്ടിൽ പോകുന്ന ആൾക്കാർ, ഇതും മാലഡാപ്റ്റീവ് കോപ്പിംഗ് ആണ്. ചില ആൾക്കാർ ചെയ്യുന്ന ഇതുപോലെ ഒരുപാട് നമ്മുടെ ലൈഫിലുള്ള സ്ട്രെസ്സിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മെത്തേഡും മാലഡാപ്റ്റീവ് കോപ്പിംഗ് ആണ്, ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് ലൈഫിലെ പ്രോബ്ലം സോൾവ് ആവില്ല, അത് വഷളായിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് അസോസിയേറ്റ് ചെയ്യാം.
പിന്നെ ഒരാൾക്ക് 50,000 രൂപ കടം വീട്ടാനുണ്ട് അടുത്ത മാസം 1-ാം തീയതി, ഇന്ന് 20-ാം തീയതിയായി, ഇനി 10 ദിവസമേ ഉള്ളൂ. അതാലോചിച്ച് മൂപ്പര് സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങി. ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് മദ്യപിച്ചു. എല്ലാ ദിവസവും മദ്യപിക്കും, മൂപ്പര് ആ സ്ട്രെസ് കുറയും. പിന്നെ അടുത്ത ദിവസം അയാൾ വിളിക്കും, കടം തരൂ, പൈസ തരണം കേട്ടോ, എന്തായാലും തരണം എന്ന് പറയും. പിന്നെ സ്ട്രെസ് കൂടും, അയാൾ പോയിട്ട് മദ്യപിക്കും. ഈ മദ്യപിക്കുമ്പോഴൊക്കെ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കുറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ 1-ാം തീയതി ആകുമ്പോൾ അയാളുടെ പ്രശ്നം സോൾവ് ആവുമോ? പ്രശ്നം കൂടുതൽ വഷളാവുള്ളൂ. കാരണം ആ മദ്യപിച്ചുകൊണ്ട് അയാളെ ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, വൈഫായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ട് അയാൾക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പറ്റാണ്ടായിട്ടുണ്ടാവും. അയാൾ ആക്ച്വലി ചെയ്തത് മാലഡാപ്റ്റീവ് കോപ്പിംഗ് ആണ്. ആക്ച്വൽ ലൈഫിലെ പ്രോബ്ലത്തിന് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് സെമിനാർ ഏൽപ്പിക്കുന്ന, അസൈൻമെന്റ് ഏൽപ്പിക്കുന്നത്. ടെൻഷൻ വരുമ്പോൾ ചില ആൾക്കാർ എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാല് ഗെയിം കളിക്കണം, അല്ലെ കുറെ നേരം യൂട്യൂബ് പിന്നെ നോക്കണം. ചെയ്തു തീർക്കാനുള്ള പണി നമുക്കറിയാം, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി വേറെന്തോ ചെയ്യും. അതുകൊണ്ട് തൽക്കാലത്തുള്ള ഒളിച്ചോട്ടമാണ്. നേരെ മറിച്ച് നമ്മുടെ സ്ട്രെസ് പൂർണ്ണമായിട്ട് മാറുന്നില്ല. അതിന് എനിക്കുണ്ടാവുന്ന സ്ട്രെസ് എവിടെ നിന്നാണ്, അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിനെ സോൾവ് ചെയ്യുന്ന രീതിയാണ് അഡാപ്റ്റീവ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അതിനെ സോൾവ് ചെയ്യുന്ന രീതി പ്രധാനമായിട്ട് 3 മെത്തേഡാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എല്ലാ സ്ട്രെസ്സിനും 3 മെത്തേഡാണ്. യെസ്, വെരി ഗുഡ്. പിന്നെ ഡേ ടൈം ഫുൾ ഉറങ്ങും. പിന്നെ എനിക്ക് മെസ്സേജ് അയച്ച പിന്നെ ആരാലും താങ്ക് യു സോ മച്ച്. ചില ആൾക്കാർ എനിക്കെന്നറിയാം, എന്റെ റിലേറ്റീവ് തന്നെ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങും. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പാട് പോയി കിടന്നുറങ്ങും, പകൽ ഫുള്ള് ഉറങ്ങും എന്ന് പറയുന്നവരുണ്ട്. ആക്ച്വലി അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ഉറങ്ങി എഴുന്നേക്കുമ്പോൾ പിന്നെയും ഗിൽട്ടാവും. എന്ത് പണിയാണ്, ആ ഒരു ഫുൾ ഡേ കിട്ടിയിട്ട് ഞാൻ അത് ചെയ്ത് തീർത്തിട്ടില്ലല്ലോ. തൽക്കാലത്തുള്ള ഒളിച്ചോട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രെസ് കൂടുകയുള്ളൂ. പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മാലഡാപ്റ്റീവ് കോപ്പിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ 3 മെത്തേഡ്, 3 വഴികളാണ് എല്ലാ സ്ട്രെസ്സിനുള്ളത്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ. നമുക്ക് പിന്നെ CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി ഒക്കെയാണ് നമ്മൾ പിന്നെ കൗൺസിലിങ്ങിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പൊതുവായിട്ട് അതിനകത്തൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ക്ലയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലൈഫിൽ നമുക്ക് സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പറ്റും പൂർണ്ണമായിട്ടും. എന്റെ ലൈഫിൽ ഒരിക്കലും സ്ട്രെസ് വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടോ? നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ. ലൈഫിൽ സ്ട്രെസ് ഒന്നും വേണ്ട, ടെൻഷൻ വേണ്ട, പ്രയാസം വേണ്ട, എപ്പോഴും ഹാപ്പിനെസ് മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ 2 കാര്യം സൂചിപ്പിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റി കുറയും. കാരണം ലൈഫിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ നിങ്ങളുടെ മെച്യൂരിറ്റി കൂടുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്, ഒരു ലൈഫിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു 5-8 കൊല്ലം ഇരിക്കുന്നതിന് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലൈഫിലുള്ള പ്രോബ്ലത്തിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഡൗൺ ആവും. അപ്പോ ലൈഫിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിന് എത്രത്തോളം മാനേജ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ഇമോഷണലി മെച്ചുവേർഡ് ആവും. ഒന്നാമത്തെ പോയിന്റ് അതാണ്. നിങ്ങൾ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമോഷണലി മെച്ചുവേർഡ് അല്ലാതാവും. ഇനി ലൈഫിൽ ഒരിക്കലും പ്രോബ്ലംസും സ്ട്രെസ്സും വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും കൂടുതൽ മാനസിക പ്രശ്നം ഉണ്ടാവും. കാരണം ലൈഫിൽ സ്ട്രെസ് ഇല്ലാത്ത ഒരു ലൈഫ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനൊന്നുമില്ല, അത് നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കും. കാരണം നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനൊന്നും വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് വരുമ്പോൾ നമുക്ക് നല്ല പ്രയാസം ഉണ്ടാവില്ലേ. അതായത് നിങ്ങൾ ഒരു മഴ പെയ്യില്ല എന്ന് ഉറപ്പിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബൈക്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മഴ പെയ്താ നല്ല സ്ട്രെസ് ആവില്ലേ? നിങ്ങൾ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള പോയിട്ട് നിങ്ങൾ റെയിൻകോട്ട് ഉള്ളിൽ വെച്ചു, മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന സ്ട്രെസ് കുറച്ച് കുറയില്ല. അപ്പൊ നമ്മൾ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ പ്രയാസം ഉണ്ടാവും. ലൈഫിൽ സ്ട്രെസ് സംഭവിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് സ്ട്രെസ് കുറവാണ്. കാരണം നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പ്രിപ്പയർഡ് ആണ്. നമ്മൾ യെസ്, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ്. നമ്മളിങ്ങനെ സംഭവിക്കുമായിരിക്കും, അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആണ്, ഇതൊക്കെ സംഭവിക്കാം, ലൈഫിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. സ്ട്രെസ്സിന്റെ ഇന്റൻസിറ്റി കുറവാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഈ സ്ട്രെസ് സംഭവിക്കണം. അവിടെയാണ് നമ്മുടെ ABCD സിനിമക്കകത്ത് ഈ സ്ട്രെസ് എന്തിനാ സംഭവിക്കുന്നത് എന്നുള്ളതിനുള്ള നല്ല രസമുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ ABCD ദുൽഖർ സൽമാൻ സിനിമക്കകത്ത് ദുൽഖർ സൽമാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താണ്? പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം, പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പ്രോബ്ലം. ഇത് ദുൽഖർ സൽമാൻ മറ്റേ ഹോസ്പിറ്റൽ സീനകത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ABCD കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയനകത്തും ഈ ഡയലോഗ് പറയുന്നുണ്ട് ജോണി ഡെപ്പ്. ഇത്രേ ഉള്ളൂ. പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം, പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പ്രോബ്ലം. സ്ട്രെസ് അല്ല നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ പ്രോബ്ലം അല്ല യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തിനോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഈ സ്ട്രെസ് എന്തിനാണ് എന്ന് കൃത്യമായിട്ട്, ഈ സ്ട്രെസ് എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഒന്നുകൂടെ സ്ട്രോങ് ആവാനാണ് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ സ്ട്രെസ് നിങ്ങൾക്ക് സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യില്ല, പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോ പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം. അല്ലെ സ്ട്രെസ് അല്ല യഥാർത്ഥ പ്രശ്നം. ആ സ്ട്രെസ്സിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ തോട്ടാണ്. തോട്ട് ഇൻവേർട്ടഡ് കോമ, ആ തോട്ടാണ്. ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചില്ല, നിങ്ങൾ 3 പേരിരുന്ന് സംസാരിക്കുമ്പോൾ ഫ്രണ്ട് മറ്റേ ഫ്രണ്ടിനോട് മാത്രം സംസാരിക്കുന്നു. നിങ്ങൾ ആ സിറ്റുവേഷൻ എടുക്കുന്നത് അത് ഒബ്വിയസ്ലി സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യും. ആ സിറ്റുവേഷൻ നിങ്ങൾ കൊടുക്കുന്ന ഫ്രെയിം, നിങ്ങളുടെ തോട്ട് എന്താണോ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ, അതാണ് പ്രോബ്ലം. അതാണ് നിങ്ങളെ സ്ട്രെസ് എത്രത്തോളം അഫക്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോ ഞാനിപ്പോ പറഞ്ഞ പോലെ സ്ട്രെസ് ഉണ്ടാവട്ടെ, ലൈഫിൽ സ്ട്രെസ് വേണം, അതിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ പറയുന്ന പോലെ ഇനി 3 മെത്തേഡാണ് ലൈഫിൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിൽ, ഏത് സ്ട്രെസ്സിനും നിങ്ങൾക്ക് 3 മെത്തേഡാണുള്ളത്. ഒന്ന്, ആൾട്ടർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലൈഫിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനെ ആൾട്ടർ ചെയ്യുക, തിരുത്താൻ വേണ്ടി. നമ്മളോട് ഒരാള് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡൊമിനേറ്റിംഗ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഇഷ്ടമല്ലാത്ത പണികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആളുടെ പറഞ്ഞ് കറക്റ്റ് ചെയ്യണം. അല്ല മൂപ്പർ ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര പ്രയാസം, നിങ്ങൾ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ആ ഒരു കോസിനെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റുന്നതാണ് ആൾട്ടർ ചെയ്യുക, ചെയ്തിരിക്കണം. അവിടെ നമ്മൾ അസേർട്ടീവ് ആവാനാണെങ്കിൽ അസേർട്ടീവ് ആവണം. അസേർട്ടീവ്നെസ് സ്ട്രെസ്സിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ പല സ്ഥലത്ത് അസേർട്ടീവ് ആയിരുന്നെങ്കിൽ, അസേർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേയാളെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് പറയാനുള്ള സ്റ്റാൻഡ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ക്യൂവിനകത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മുന്നിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നു, അല്ലെ നമ്മൾ പെട്രോൾ പമ്പിൽ ബൈക്കും കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ബൈക്ക് പെട്രോൾ അടിക്കുന്നു. നമുക്കറിയാം ഇത് എന്റേതാണ്, അല്ലെ ഞാനാണ് അടുത്ത്. ഏട്ടാ ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അടുത്ത നിൽക്കേണ്ടതാണ്, കാരണം ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അടിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രെസ് പിന്നെ അടിക്കണ്ട. ഇല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് ഓടി എന്താ ഞാൻ പറയാതിരുന്നത്, എന്താ. ചിലത് നമ്മൾ ഓൾട്ടർ ചെയ്യണം. നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന മൊമെന്റിന് നമ്മൾ തിരുത്തണം. ചിലത് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം സ്ട്രെസ് ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മയായിരിക്കും, അല്ല നമ്മുടെ അമ്മമ്മയായിരിക്കും, അല്ല നമ്മുടെ മാഷായിരിക്കും. കാരണം അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ചില സ്ട്രെസ് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂൾ യൂണിഫോമിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്, അല്ല കോളേജിൽ ധരിക്കേണ്ട ഡ്രസ്സ് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ധരിക്കാൻ ഇഷ്ടമല്ല, അതെനിക്ക് സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പളോട് സാറേ എനിക്ക് യൂണിഫോം ധരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കത് റൂളായിരിക്കും, ഒരു സൊസൈറ്റൽ റൂളായിരിക്കും, അല്ലെങ്കിൽ നോമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ചിലത് നമുക്ക് അമ്മയുടെ സ്വഭാവമായിരിക്കാം, ചിലത് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് അതിനോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിതിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ, ഞാൻ അതിനോട് അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ അതിനോട് പൊരുത്തപ്പെടാനുള്ള സ്കില്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ്ഡ് ആവുന്നത്. അല്ലെങ്കിൽ അതിനോട് ഒരു ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് വന്ന സംഭവം ഓർക്കുകയാണ്. അവൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചു എത്രയാ നിങ്ങള് പ്രേമിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷമായി. ഇപ്പൊ അവൻ എന്താ പറയുന്നത്, എനിക്ക് നിന്നായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല, നമ്മൾ പ്രാക്ടിക്കൽ ആവില്ല, ഇതൊന്നും ശരിയാവില്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചത് ഇത് ശരിയാവില്ല, നമ്മൾ ഒഴിവാക്കുക, ഇതാ നല്ലത്. ഞാൻ ചോദിച്ചാൽ അവനക്ക് നീ ഇല്ലാതെ പറ്റുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്. അവന് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അവനക്ക് ഒരു കുഴപ്പമില്ല. ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവൻ ഫ്രണ്ട്സിനോടൊക്കെ നല്ല പോലെ പെടുന്നത്. നിനക്കോ? എനിക്ക് അവനില്ലാണ്ട് പറ്റേയില്ല. അവൻ വരുന്നതിന് മുമ്പത്തെ 1 വർഷം മുന്നെയോ അന്നേരമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നമ്മൾ സാധാരണ പോലെ ജീവിച്ചിരുന്നത്. ഇപ്പോഴോ അവനില്ലാതെ പറ്റില്ല. അവനില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയോട് പൊരുത്തപ്പെടാൻ നിനക്ക് ആ കപ്പാസിറ്റി നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ആ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ
അല്ലാതെ നിർബന്ധിച്ച് മുറുക്കി പിടിച്ച് സ്നേഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ അടുത്ത് ആ ഒരു സ്റ്റെഫ് ഉണ്ട്, അല്ല നമ്മുടെ അടുത്ത് നമ്മുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് മറ്റൊരാൾക്ക് ബെനിഫിറ്റ് ആണെങ്കിൽ, നമുക്ക് മറ്റേ ആൾക്ക് കംഫർട്ടബിൾ ആണ് എന്ന് മറ്റേ തോന്നുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളടുത്ത് നിൽക്കും. ഇവിടെ സ്ട്രെസ്സിനോട് അഡാപ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മൾ ആ കുട്ടീനെ പഠിപ്പിക്കേണ്ടി വരിക. നമ്മൾ ഓരോരുത്തരോടും അത് തന്നെയായിരിക്കും പഠിപ്പിക്കേണ്ടി വരിക. ചില സ്ഥലത്ത് നമുക്ക് സ്ട്രെസ്സിനെ ആൾട്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളെ കൊണ്ട് ചിലപ്പോൾ നിർബന്ധിച്ച് സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല. നീ ഇവിടെ തന്നെ നിൽക്കണം പറഞ്ഞു കൂടി, അല്ല അമ്മയുടെ സ്വഭാവം, അല്ല അമ്മക്ക് ഇങ്ങനെ മാത്രമേ ഇഷ്ടമുള്ളൂ, അമ്മേനെ കൂടെ ഇങ്ങനെ തന്നെ ചെയ്യിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ അതിനോട് പൊരുത്തപ്പെടേണ്ടി വരും, അഡാപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ചിലത്, ഇത് രണ്ടാമത്തെ മെത്തേഡാണ്, ഇതുമല്ല, ചിലത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവോയ്ഡ് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അത് ഞാൻ തുറന്നു പറയാം, ഞാൻ സംസാരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ കൗമാരക്കാരായത് കൊണ്ട് തന്നെ, അല്ല സോറി, പിന്നെ അഡോളസെന്റ് നിന്ന് ഏർലി അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്ന ഡിഗ്രി PG സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അബാൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അഫെയറുകളായിരിക്കാം, ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അത് കുറച്ച് തുടക്കത്തിലൊക്കെ നല്ല നമ്മുടെ ഗ്രോത്ത് കൂട്ടുന്ന ആൾക്കാരുണ്ട്, പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള സൗഹൃദങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ പിന്നെ നമുക്ക് സ്ട്രെസ് മാത്രമേ തരുന്നുള്ളൂ, നമ്മുടെ അവസ്ഥ മോശമാക്കണം, എന്നെ ഉറക്കില്ലാണ്ടാക്കുന്നു, എപ്പോഴും ടെൻഷൻ മാത്രം, എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം, എനിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, എന്റെ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നതാണെങ്കിൽ ചിലത് നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഉണ്ടാക്കുന്ന ചിലതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കുക തന്നെ ചെയ്യേണ്ടി വരും. അത് ഞാൻ റിലേഷൻഷിപ്പ് മാത്രമല്ല പറയുന്നത്, ചിലത് ജോലികളായി. പിന്നെ എൻ്റെ അടുത്ത് വന്നൊരു സുഹൃത്ത് ഡിഗ്രി BCom കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത്, 1 സെക്കൻഡ്, ഈ ചാറ്റൊക്കെ തന്നെ ഞാനിപ്പോ ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് തന്നെ യെസ്, ഇത് ഞാനൊന്ന് ലാസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഫൈൻ, വെരി ഗുഡ്. ഞാൻ കമന്റ് ഒക്കെ തന്നെ ഞാൻ ലാസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ, ഈ ഒരു ഫ്ലോ പോകണ്ടെന്ന് വെച്ചിട്ട്. BCom കഴിഞ്ഞ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് കയറിയതായിരുന്നു, ഒരു ചെറിയൊരു ഷോപ്പിൽ. അവർക്ക് ഒരു ഷോപ്പ് കഴിഞ്ഞ് 2 ഷോപ്പ് കഴിഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവർ വേറെ അക്കൗണ്ടന്റിനെ വെക്കുന്നില്ല. ഇവന് രാവും പകലും പണി, ശമ്പളത്തിൽ വളരെ ചെറിയ വർധനം മാറും, പക്ഷെ ഇവനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. അവസാനം നമ്മള് നിങ്ങളൊരു നാലാമത്തെ ഷോപ്പ് ഉദ്ഘാടനമായപ്പോൾ ഞാൻ പറഞ്ഞു, അസർട്ടീവായിട്ട് പറയണം, ഇത്രയും വർക്ക് എനിക്ക് പറ്റില്ല, എനിക്ക് ഒരു ഷോപ്പിന്റെ വർക്കായിരുന്നു പറഞ്ഞ് വെറുതെ 2 ചെയ്യാം, നിങ്ങൾ പറയുന്ന ശമ്പളത്തിന് കൂടെ 2 വേണമെങ്കിൽ ചെയ്യാം, അതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റില്ല. അപ്പൊ അവരോട് പറ്റില്ല, നീ ഒഴിവായി പോകണം. ഇവൻ പറയുന്നത് ഒഴിവായി പോയാൽ എങ്ങനെ, ഞാൻ എങ്ങനെ പറ്റില്ല എന്ന് പറയാം, അവരെന്നെ പറ്റി മോശം വിചാരിക്കില്ല. നമുക്ക് ലൈഫ് കഴിഞ്ഞ കുറെ ആയിട്ട് ചെറുപ്പക്കാരൻ ഉറക്കില്ല, അല്ലെ ടെൻഷനായിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, മൊത്തത്തിലൊരു ഇറിറ്റേഷൻ, ജോബ് ഒഴിവാക്കുക തന്നെ വേണം. കാരണം നമ്മളെ ലൈഫ് വഷളായിട്ട്, ലൈഫിനെ മോശമായിട്ട്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ട് ഒന്നും മുന്നോട്ട്, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹാപ്പിയും ഹെൽത്തി ആയാൽ മാത്രമേ നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഈവൻ ഞാൻ ഹെൽത്തി ആണ്, ഞാൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ എന്റെ മകളെ എനിക്ക് സ്നേഹത്തോടെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഞാൻ അത് പരിഗണിക്കുന്നില്ല, ഞാൻ ഒട്ടും ഹാപ്പി അല്ല, ഞാൻ സ്ട്രെസ്ഡ് ആണ്, അങ്ങേയറ്റം സ്ട്രെസ്ഡ് ആണ്, അതിനെ മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ മകളെ പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ ചില സ്ഥലത്ത് നിങ്ങൾ കോട്ടുകളൊക്കെ വായിക്കുമായിരിക്കും. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, പക്ഷെ അതിന് ആദ്യം നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. നിങ്ങൾ ഹെൽത്തിയും ഹാപ്പിയും നിങ്ങൾ സ്ട്രെസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് നിങ്ങൾ ഓക്കെ ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഈവൻ നിങ്ങളുടെ അമ്മയെ പോലും കുറച്ചുകൂടെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുക, നിങ്ങളുടെ അനിയത്തിയോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സ്നേഹത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതിരിക്കുമ്പോഴാണ്. നിങ്ങൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് പോലും, സഹായിക്കുന്നത് പോലും നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ്, നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു ടൗണിൽ കൂടെ നടക്കുകയാണ്, ലേറ്റ് ആയിട്ട് നടക്കുകയാണ്, എത്താൻ ലേറ്റ് ആയി, വഴിയിലൊരു ആള് സാധനം വീട് പോയിട്ട് എടുത്തു വെക്കുന്നു, അല്ലെ കാലും മുറിഞ്ഞ ഒരാൾ വഴിയിൽ ഭിക്ഷ യാചിക്കുന്നു, നിങ്ങൾ നല്ല സ്ട്രെസ്ഡ് ആണ്, എത്താൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞ് കൊല്ലുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതൊന്നും വരൂല, ഇവരൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റില്ല. നിങ്ങൾ ഒട്ടും സ്ട്രെസ്ഡ് അല്ല, നിങ്ങൾ നല്ല ഹാപ്പിയാണ്. അങ്ങനെയാണ് നിങ്ങൾ വഴിയിൽ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത്, സ്ട്രെസ് നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുമ്പോൾ മാത്രമേ, ഓരോരുത്തരും സ്ട്രെസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുമ്പോൾ മാത്രമേ സൊസൈറ്റിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ, ഫാമിലിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ, നിങ്ങളുടെ പാർട്ട്നേഴ്സിനോ ഫ്രണ്ട്സിനോ ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ.
അപ്പോൾ ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ആൾട്ടർ ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക. രണ്ടാമത്തത്, അതിനോട് അഡാപ്റ്റ് ചെയ്യേണ്ടതാണോ ഞാൻ. പിന്നെ എനിക്ക് ഒരു ക്ലയന്റ് വന്നത് ഒരു നേഴ്സായിരുന്നു. പുള്ളിക്കാരി പ്രേമിച്ച് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഹസ്ബൻഡിന്റെ അമ്മ നല്ല നല്ല ഫാമിലി ഒക്കെയാണ്, പക്ഷെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് പിന്നെ പാർക്കിൻസൺ ആണ്. പിന്നെ എപ്പോഴും വിറയലാണ്. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെ റൂമിലേക്ക് തന്നെ സാധിച്ചു പോവുകയാണ് ചിലപ്പോഴൊക്കെ. നേഴ്സൊക്കെയാണ്, പക്ഷെ ആ സ്മെല്ല്, റൂമിനകത്തുള്ള സ്മെല്ല് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ റൂമിന്റെ സൈഡിലേക്ക് പോകാൻ പറ്റുന്നില്ല. ആൾട്ടർ ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ആ സ്മെല്ല് ഒഴിവാക്കാൻ പറ്റുന്ന രീതിക്ക് സ്പ്രേ അടിക്കാം, അമ്മക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുക്കാം, എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ പോലും ആ സ്മെല്ല് ഇത് സ്വാഭാവികമാണ്, പാർക്കിൻസൺ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവും, ഞാനിതിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു ഇനി ഇത് കൂടുതൽ കൂടുതൽ പ്രയാസം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ എന്നോട് അഡാപ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ഡൈവേഴ്സ് ചെയ്യാം. ഇങ്ങനെയാണ് സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക. ഇതില് പിന്നെ നമ്മൾ ഏറ്റവും നമുക്ക് ലോങ് ടേമില് ഹാപ്പി ആവുന്ന, ഹെൽത്തി ആവുന്ന ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. ഒരു സ്ട്രെസ് ആവുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സമയം നിങ്ങൾ അത് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സമയത്തിന് എത്ര സമയം അത് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പൊ ഞാനിപ്പോ അബാനോ പിന്നെ ഒരു ചീത്ത വിളിച്ചു, അബാൻ എന്തെങ്കിലും ഞാൻ ചൂടായിട്ട് സംസാരിച്ചു, അബാൻ അതും കൊണ്ട് അബാന്റെ ലൈഫിൽ എത്ര സമയത്തിന് അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അത് എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയി എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അബാന്റെ 2-3 ദിവസത്തെ പിന്നെ ജോലി അല്ലെങ്കിൽ പഠനം അത് ഇമ്പാക്ട് ആയി, അല്ലെ ഉറക്കില്ലാതായി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനോട് കോപ്പ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ അബാന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി പ്രധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ സൂഫി കഥയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. സ്ട്രെസ് നിങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ സൂഫി കഥക്കകത്ത് ഒരു സൂഫിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പിന്നെ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. ഇപ്പോ എന്റെ കമന്റിനകത്ത് ഒരാൾ ചോദിച്ചതുപോലെ പെട്ടെന്നൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം. ലൈഫിൽ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടാതാവുന്നു, പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു സൂഫിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. അപ്പൊ അതിനൊരു 5 മിനിറ്റ് കൂടെ എടുക്കുള്ളൂ, ഞാൻ നിർത്താട്ടോ. ശരി, സൂഫിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പിന്നെ ചെറുപ്പക്കാരൻ ചോദിക്കും. അപ്പൊ സൂഫി പറഞ്ഞു, പിന്നെ ഞാൻ വൈകുന്നേരം കുളിക്കാൻ പോകുന്ന കുളത്തിനടുത്തേക്ക് നീ വന്നോളൂ, ഞാൻ അവിടെ കാണും. അങ്ങനെ പിന്നെ വൈകുന്നേരം ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുമ്പോ സൂഫി കുളിച്ചു കയറുകയാണ്. കുളിച്ചു കയറിയപ്പോ കുളം ഒന്ന് കറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സൂഫിയുടെ കയ്യിൽ ഒരു ഗോൾഡ് കോയിൻ. സൂഫി ചെറുപ്പക്കാരൻ നോക്കി നിൽക്കെ ഈ ഗോൾഡ് കോയിൻ പിന്നെ സ്വർണ്ണ നാണയം കുളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരോട് പറഞ്ഞു, കുളത്തിൽ ഇറങ്ങിയിട്ട് നിന്റെ ആ ഗോൾഡ് കോയിൻ നീ എടുത്തോ, പിന്നെ നീ ഹാപ്പി ആവും, നീ എടുത്തിട്ട് വീട്ടിൽ പൊക്കോന്നു. വെറുതെ ഒരു ഗോൾഡ് കോയിന് കിട്ടുന്നു. അപ്പൊ തന്നെ ചെറുപ്പക്കാരൻ കുളത്തിലേക്ക് ഇറങ്ങി തപ്പിയിട്ട് കാലിലെന്തോ തടഞ്ഞു. എടുത്തു നോക്കിയപ്പോ പിന്നെ ഒരു മുള്ളാണ്, വലിയൊരു മുള്ളിന്റെ വടിയാണ്. പിന്നെ താഴേക്കിട്ടു, പിന്നെ കുറെ തപ്പിയപ്പോ ഒരു പഴയ ഒരു ചെരുപ്പാണ്. ഇങ്ങനെ കുറെ തപ്പി 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 ലാസ്റ്റ് കുളം മുഴുവനായിട്ട് കലങ്ങി. ചെറുപ്പക്കാരൻ കരക്ക് കയറിയ സൂഫിനോട് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ആ ഗോൾഡ് കോയിൻ നഷ്ടപ്പെട്ടു. സൂഫി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇവിടെ ഇരിക്കാം, കുറച്ചേരം നീ ടയർഡ് ആയാലോ, കുറച്ചേരം വിശ്രമിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വിശ്രമിച്ചു. നന്നായിട്ട് പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പിന്നെ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. പതുക്കെ പതുക്കെ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കലങ്ങിയത് തെളിയാൻ തുടങ്ങി. അങ്ങനെ വെള്ളം തെളിഞ്ഞപ്പോ കുളത്തിന്റെ അടിയിൽ ഒരു കല്ലിന്റെ മുകളിൽ നിൽക്കുകയാണ് സൂഫി എറിഞ്ഞിട്ടുള്ള ഗോൾഡ് കോയിൻ. ഇപ്പൊ സൂഫി ചോദിച്ചു, ഇപ്പൊ നിനക്ക് ആ ഗോൾഡ് കോയിൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, എടുക്കാൻ പറ്റും, ഇപ്പൊ എടുക്കാം എന്ന് പറഞ്ഞ് കറക്റ്റ് ഒരു കാല് വെള്ളത്തിലേക്കിട്ട് ഗോൾഡ് കോയിൻ കിട്ടും. സൂഫി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ സ്ട്രെസ്ഡ് ആവുമ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബ്രെയിനകത്ത് നമുക്കറിയാം സെറാട്ടോണിന്റെയും അഡ്രിനാലിന്റെയും ഉത്പാദനം വളരെയധികം വളരെ രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഇമോഷണൽ ബ്രെയിനകത്ത് ലിംബിക് സിസ്റ്റം പാർട്ട്, ഇമോഷണൽ പാർട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. നമുക്കറിയാം യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടൽ ലോബിനകത്തൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് അതൊന്നും വർക്ക് ചെയ്യില്ല. നമ്മളൊന്ന് റിലാക്സ്ഡ് ആവേണ്ടി വരും, നമ്മളൊന്ന് പ്രസന്റിൽ നിൽക്കേണ്ടി വരും, ആ കുളം ഒന്ന് കലങ്ങേണ്ടി വരും. അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും നല്ല
നമ്മൾ അല്ലാത്ത സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അയാൾ ഫസ്റ്റ് ഇറങ്ങിയപ്പോ തപ്പിയപ്പോ കിട്ടിയിരുന്ന പിന്നെ മുള്ളു പോലെ, അല്ലെ പിന്നെ അഴുക്കുള്ള ചെരുപ്പ് പോലെയായിരിക്കും. പക്ഷെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തിയാടി തിരിച്ചു പറയുന്ന ചീത്ത വാക്കുകൾ, അല്ല എടുത്തിയാടി എടുക്കുന്ന തീരുമാനം ഒക്കെ തന്നെ ഇതുപോലെയാണ്. പക്ഷെ ഒന്ന് മാറിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ആ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇമോഷണൽ പാർട്ട് കഴിഞ്ഞു, എന്റെ ആ പെട്ടെന്നുള്ള വികാരം കഴിഞ്ഞു, അത് ഞാൻ ഒന്ന് റിലാക്സ്ഡ് ആയപ്പോൾ കഴിഞ്ഞു, ഇനി ഞാൻ യുക്തിപരമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. ആ സമയത്ത് എടുക്കുന്ന തീരുമാനമാണ് സ്ട്രെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള തീരുമാനം. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആവശ്യമില്ലാത്തതാണെങ്കിൽ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ഞാൻ ലൈഫിൽ കൂടുതൽ ടൈം പാസ്റ്റിലാണോ ഫ്യൂച്ചറിലാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഒരിക്കലും ഇതല്ല ഹാപ്പിനെസ്സിനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങളെ ഹാപ്പിനെസ്സിന് 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ്. ഓക്കെ, അത് ഒരു വേറൊരു സ്ട്രെസ് ആണ്. എന്റെ വാവ വന്നതാണ്. പിന്നെ ഫൈൻ. അപ്പോ എന്തൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ പിന്നെ ഫ്യൂച്ചറിലും പാസ്റ്റിലും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു മെച്ചമില്ല. നിങ്ങളുടെ പ്രസന്റ് നന്നാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രസന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ എല്ലാ കാലത്തും, ഞാൻ ഇപ്പോൾ അടുത്തുള്ള എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ബി ഇൻ ദ പ്രസന്റ്, നിങ്ങൾ ഇന്നിൽ ജീവിക്കുക. നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ആസ്വദിച്ച് കുളിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ പിന്നെ അനിയത്തിയിലൂടെ കളിക്കുകയാണെങ്കിൽ ഏറ്റവും, അത് കഴിഞ്ഞിട്ടുള്ള അസൈൻമെന്റിനെ പറ്റിയ സെമിനാറെ പറ്റി ആലോചിച്ചിട്ട് അനിയത്തിയുടെ കൂടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനിയത്തിയുടെ കൂടെയുള്ള കളി എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കൂളിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുമ്പോൾ ദേഹത്ത് വെള്ളം തട്ടിയിട്ട് വെള്ളം ദേഹത്തൂടെ ഇറങ്ങുമ്പോഴുള്ള ഒരു തണുപ്പും ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നല്ല അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റിനെ പറ്റി സെമിനാറിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ടീച്ചർ ചോദിക്കാൻ വന്ന ചോദ്യത്തിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിലെ ടേസ്റ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ബി ഇൻ ദ പ്രസന്റ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അവാൻ ഞാൻ പിന്നെ 1 മിനിറ്റ് അധികം എടുത്തു. പിന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവട്ടെ, പിന്നെ പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. ഇതാണ് സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ്. നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം നമ്മുടെ ഹെൽത്തിന് വേണ്ടി, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ചിത്രം വരയ്ക്കാനാണോ, പാട്ട് കേൾക്കാനാണോ, സിനിമ കാണാനാണോ, പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനാണോ, ചെടി വളർത്താനാണോ, മീനിനെ വളർത്താനാണോ, വാട്ട് എവർ, നിങ്ങൾ പഠിപ്പിന്റെയോ എല്ലാത്തിന്റെയും കൂടെ തന്നെയും നിങ്ങളുടെ ഇന്ധനമാണത്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള ഇന്ധനമാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, നിങ്ങൾ റിലാക്സ്ഡ് ആവുന്ന കാര്യങ്ങൾ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് അത് എക്സസൈസ് ആവാം, അത് ചിത്രം വരെയാവാം, വായനയാവാം. അതൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു സെൻസ് തന്നെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ നിർത്താന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു ഡൗട്ട് എന്ന് വെച്ചാല്, ഇപ്പോ ഈ പാൻറ് വൺസ് അഗൈൻ ഹദീജ, പിന്നെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, സർ കേൾക്കുന്നുണ്ടോ? കേക്കാം സർ കേക്കാം പറഞ്ഞു. ഇപ്പോ അതായത് ഈ പാൻഡമിക് സിറ്റുവേഷൻ തുടങ്ങിയത് മുതൽ ചെറിയ കുട്ടികൾക്ക് വരെ ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഉദാഹരണം, ഒരു 6 വയസ്സുള്ളൊരു കുട്ടി, ഇപ്പൊ മുന്നേ നല്ലോണം പഠിച്ചിരുന്നൊരു കുട്ടി ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയത് മുതൽ കുട്ടിന്റെ പഠിപ്പിനോടുള്ള താല്പര്യം കുറഞ്ഞു വരാം. കാരണം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ്, പിന്നെ ടീച്ചേഴ്സ് പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കാണുന്നില്ല, പിന്നെ ഫോൺ ഉപയോഗിക്കുന്നത്
അത് മറ്റു പല എന്താ പറയാ ഗെയിംസും കാര്യങ്ങളും എടുക്കുന്നു. അപ്പൊ അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ചെറിയ കുട്ടികൾക്കിടയിൽ ഇങ്ങനെയുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? ഇത് ചോദിച്ച ചോദ്യം വലിയ ചോദ്യമാണ്. പിന്നെ കുറച്ച് വൈഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ എങ്ങനെ ഉത്തരം പറയണം എന്നുള്ളതാണ് ഞാനും ആലോചിക്കുന്നത്. കാരണം കുട്ടികൾക്കിടയിലുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പഠിപ്പ് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളത് മാത്രമേ. പഠിക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിക്കുള്ള റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ തല്ലുകയും ചീത്ത പറയും കുറ്റപ്പെടുത്തലുമാണ് പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കേൾക്കുന്നെങ്കിൽ താല്പര്യം കുറയും. അത് ഖദീജ ആണെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കുക്ക് ചെയ്തപ്പോഴൊക്കെ നെഗറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ കുക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാണ്ടിരിക്കും. അപ്പൊ കുട്ടിക്ക് പഠനം എന്ന് പറയുന്ന സാധനം ഇഷ്ടമുള്ളത്, കുട്ടിക്ക് പഠിക്കാനിരിക്കുമ്പോഴൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയ നല്ല ഗിഫ്റ്റുകൾ കിട്ടുക, നല്ല സ്റ്റാറുകൾ കിട്ടുക, ഈ രീതിക്കാക്കാം. പക്ഷെ ഓൺലൈന്റെ പരിമിതി ഇതാണ്. കുട്ടികൾക്ക് അന്നേരം ആ ഒരു റെസ്പോൺസ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇരിക്കണം? റെസ്പോൺസ് ആണ്, നമ്മുടെ കോൺസിക്വൻസസ് ആണ് താല്പര്യം ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും. അപ്പൊ കോൺസിക്വൻസ് കുട്ടിക്ക് അന്നേരം ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ പാരന്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടി വരുമായിരിക്കും. ഐ ഹോപ്പ് ഞാൻ ആൻസർ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ഓക്കെ സർ, താങ്ക് യു. സർ യെസ്, കേൾക്കാമോ? കേൾക്കാം. ആദ്യം തന്നെ സാറിന് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. നല്ലൊരു വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിക്ക് ആളൊരു 16 ഇയർ ഒക്കെ ആയിട്ടുണ്ട്. അവള് ഏത് കാര്യത്തിനോടും ഭയങ്കര പേടിയാണ്. എന്തായാലും ഇപ്പൊ ക്ലാസ്സില് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പൊ സാറ് ഒന്ന് ക്ലാസ് കേൾക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വിളിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും കുട്ടി വിയർക്കുക, ആള് ഭയങ്കര വിയർക്കുക. അതുപോലെ വീട്ടില് ഗസ്റ്റ് വന്നാല് വരെ ആ അവളൊന്നും ചെയ്തിട്ടില്ല, ഒരു പരിചയം പോലും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അയാളോട് സംസാരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുക. പേരെന്തായിരുന്നു? ഏഞ്ചൽ എന്നാണോ? അല്ല, എന്റെ പേര് രഹന ബിന്തു എന്നാണ്. കുട്ടിയുടെ വയസ്സ് എത്രയാണ്? കുട്ടി ഇപ്പൊ +2 ആണ്, +2. ഓക്കെ. അപ്പൊ ബേസിക്കലി പിന്നെ ആൾക്കാർ കൂടുന്ന സ്ഥലം, കല്യാണ വീട് അല്ലെങ്കിൽ മരണ വീട്, ഫാമിലി വീടൊക്കെ എന്തെങ്കിലും റീസൺ പറഞ്ഞൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പരമാവധി ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്നൊക്കെ ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല, ആൾക്ക് എല്ലായിടത്തും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പക്ഷെ പ്രോബ്ലം ഒന്നുമില്ല. സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വന്ന് ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോകാനൊക്കെ ഇഷ്ടമാണ്. ആരെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെയും സംസാരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? അവളുടെ ഭയങ്കരമായിട്ട് പേടിക്കുക, വിയർക്കൊക്കെ ചെയ്യാ, എന്താന്നുള്ളത് അറിയില്ല. ഒരു കാര്യം ചെയ്തോ, പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയഗ്നോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ ആങ്സൈറ്റിക്ക് ഇതേപോലത്തെ സിംറ്റംസ് കാണിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാര് ഇപ്പൊ ചോദിക്കുമ്പോൾ, ആൾക്കാർ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എന്നെ ഇവാലുവേറ്റ് ചെയ്യും, ഇത് വെച്ചിട്ട് ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുമല്ല, ആൾക്കാർ എന്നെ പറ്റി മോശം വിചാരിക്കും, ഇവരോട് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇതിനെപ്പറ്റി ആലോചിച്ച് ആൾക്കാരുടെ സ്ക്രൂട്ടിനി പേടിച്ചിട്ട് ഇങ്ങനത്തെ സിംറ്റംസ്, ലക്ഷണങ്ങളൊക്കെ കാണിക്കാം. അത് സോഷ്യൽ ആങ്സൈറ്റി എന്നാ പറയാം. ബാക്കിയുള്ള സമയത്തൊക്കെ ഓക്കെയാണ്. ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴുള്ള പ്രയാസമാണ് എങ്കിൽ ചിലപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ആവാം. എന്ത് ചെയ്യാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, ആള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അതായത് 10th വരെ അത്ര വലിയൊരു ആവറേജ് ആയിരുന്നു. +1 എത്തിയപ്പോ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയിരുന്നു. അതിന്റെ ഒരു സ്കോറൊക്കെ കണ്ടിരുന്നു എക്സാമിനൊക്കെ. പക്ഷെ ആ പബ്ലിക് എക്സാം വന്ന സമയത്ത് ആളുടെ പേര് ആൽഫബറ്റ് ഫസ്റ്റിലായതുകൊണ്ട് ബോയ്സിന്റെ കൂടെയായിരുന്നു. അതായത് അവൾ ഒറ്റൊരു ഗേള്, ബാക്കിയൊക്കെ ബോയ്സ്. എക്സാം എഴുതിയ മൊത്തം ഫ്ലോപ്പായി. മാർക്ക് പറ്റ കുറഞ്ഞു, 60% നിന്ന്. അപ്പൊ ടീച്ചേഴ്സ് വരെ ചോദിച്ചു എന്ത് പറ്റിന്നുള്ളത്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോ അവള് പറഞ്ഞ റീസൺ ഇതാണ്, ഞാനൊരു കാര്യം പറഞ്ഞത് ബാക്കിയൊക്കെ ബോയ്സ് ആയിരുന്നു, ഞാൻ ഒറ്റയ്ക്കൊരു ഗേൾ, എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ ആകെ പേടിച്ചുപോയി. അപ്പൊ എന്ത് ചെയ്യാ, എനിക്കിപ്പോ തോന്നുന്നത് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലർ കുട്ടിയുടെ അടുത്തുള്ള എവിടെയും കുട്ടി ഒന്ന് ഓപ്പൺ ആയിട്ട് നമുക്കറിയേണ്ട കുട്ടി എന്താ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കുട്ടി എന്താണ് ചിന്തിക്കുന്നത്, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നിൽക്കുമ്പോൾ കുട്ടിക്ക് എന്താ പേടിക്കുന്നത്, പേടിക്കുന്നു പറഞ്ഞു, എന്ത് പേടിക്കുന്നു എന്നുള്ളതാണ്. ആ ചിന്തയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഒരു കൗൺസിലറോട് സംസാരിപ്പിച്ചാൽ നന്നായിരിക്കും, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിക്കേക്ക്. അപ്പോ പിന്നെ അല്ലാതെ നമുക്ക് ഇതൊരു പേഴ്സണൽ 1-to-1
കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും കേൾക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആയിക്കോണമെന്നില്ല. ഇതെന്തായാലും സോഷ്യൽ ആങ്സൈറ്റി ട്രേറ്റ് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കൗൺസിലർ അടുത്ത് പോയിട്ട് ഓപ്പൺ ആയി സംസാരിക്കും. എന്താണ് പേടിക്കുന്നത്, ഇത് എപ്പം മുതലാണ്, ഏതെങ്കിലും ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഇങ്ങനെ ആങ്സൈറ്റി വരാൻ തോന്നിയത്, ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുള്ള പേടിയാണോ, ഇതൊന്നും അന്വേഷിച്ചാൽ നന്നായിരിക്കും. പിന്നെ കൗൺസിലർ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ. ആള് ഭയങ്കരമായിട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാരണം ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് തരുമെന്നാ പറയുന്നത്. എന്തെങ്കിലും, കാരണം ആളതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വളരെയധികം ഇയാൾ ആഗ്രഹിക്കുന്നു. സൈക്കോളജിയാണോ പഠിക്കുന്നത്? എന്റെ അടുത്ത് സംസാരിക്കുന്ന ആൾ സൈക്കോളജിയാണോ പഠിക്കുന്നത്? സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ, ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി കഴിഞ്ഞ ഒരാൾക്ക് സംസാരിക്കാൻ പറയും. ഇല്ലെങ്കിൽ ടെലിഫോണിക് കൗൺസിലിംഗ്, ഇപ്പൊ ഒരുവിധം ക്ലിനിക്കുകളൊക്കെ ടെലിഫോണിക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഓൺലൈനിൽ സംസാരിക്കാൻ പറയും. ശരി, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം? സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറയും, ചോദിക്കും. എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു വീട്ടിൽ മാത്രം പോവുക, വീടിന്റെ ഉള്ളിലാണ്, അപ്പൊ പുറത്തു പോകുന്നില്ല. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര നെഗറ്റീവ് ഫീലിങ്സ് ആണെന്ന് വെച്ചാൽ, എന്തിനാ ജീവിക്കുന്നേ, വലിയ കാര്യമൊന്നുമില്ല, ലൈക്ക് ഇപ്പോൾ എല്ലാം ഒരു മാതിരിയാവും. ആരും കാണാത്തോണ്ട് എന്താ പറയുക, സ്വയം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഭയങ്കര മൂഡ് പോയി ഇടയ്ക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടതല്ല, കാരണം എനിക്ക് ആരടുത്തും ഞാൻ ഷെയർ ചെയ്ത് നോക്കി, പക്ഷെ ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്ക് ആവാറില്ല. അപ്പോൾ സ്വയമായിട്ടൊരു വൾണറബിളായി തോന്നും. അപ്പോൾ ഓണായിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചിരുന്നു. ശ്രീയ, താങ്ക് യു സോ മച്ച്. ഈ ചോദ്യം ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ക്ലാസ്സിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വിട്ടുപോയ ഒരു പാർട്ടാണ്. എനിക്കറിയില്ല, പിന്നെ ഞാൻ കുറച്ച് സമയം കൂടെ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാൻ പാടുണ്ടോ എന്നുള്ളത്. അബാൻ അല്ലെങ്കിൽ പിന്നെ കോർഡിനേറ്റ് കണ്ടിന്യൂ ചെയ്യാം. ശരി, ലോക്ക്ഡൌൺ ആയതിനു ശേഷം ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇപ്പൊ ശ്രീയ ചോദിച്ച മാതിരി. പിന്നെ മൂടില്ല. ഇപ്പോ പിന്നെ ഞാനിപ്പോ പറയുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ലോക്ക്ഡൌൺ ആയതിനു ശേഷം ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. വർക്ക്ലെസ്നെസ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നല്. ഹോപ്പ്ലെസ്നെസ്, ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ള തോന്നല്. ഹെൽപ്ലെസ്നെസ്, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നല്. ഈ തോന്നൽ വളരെ ഈ മൂന്ന് ചിന്തകളും അധികരിക്കുകയാണെങ്കിൽ നല്ലതല്ല. ഇതൊരു ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ട്രയാഡ്, മൂന്ന് ചിന്തകളാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, ഒന്നും ശരിയാവാൻ പോകുന്നില്ല, എനിക്ക് ആരുമില്ല. ഇതിനോടൊപ്പം കഴിഞ്ഞ കുറെ ആയിട്ട് ഒരു ക്ഷീണം, ഒരു താല്പര്യക്കുറവ്, ഒരു ഉഷാറില്ലായ്മ. ഓക്കെ, മുന്നേ സന്തോഷത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉറക്കക്കുറവല്ല, ഉറക്ക കൂടുതൽ, അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കൂടുതൽ, ഭക്ഷണക്കുറവ്. ഇത് ഈ ലോക്ക്ഡൌൺ ആയതിനു ശേഷം, ഇതൊക്കെ ഡിപ്രഷന്റെ സിംറ്റംസ് ആണ് കേട്ടോ. ഇത് ലോക്ക്ഡൌൺ ആയതിനു ശേഷം കൂടിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഡിപ്രഷൻ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ എല്ലാവരും പ്രൈമറിലി കൊടുക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. വെറുതെ എൻഗേജ് ചെയ്യിക്കുക എന്നല്ല, സെൽഫ് എസ്റ്റീം, സ്വന്തത്തിനോട് മതിപ്പ് തോന്നുന്ന കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ നിരന്തരമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് വർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യും. ഇപ്പൊ ശ്രീയ പറഞ്ഞ പോലെ ഒരുപാട് പേർക്കുണ്ട്, എന്തിനാ ജീവിക്കുന്നത്, മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ഉത്തരം കിട്ടുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ഉദാഹരണത്തിന്, എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ ഇന്ന് വൈകുന്നേരം പിന്നെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് പയറ്, ഞാനൊരു 20 പയറിന്റെ മണി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, 4 തരം മണ്ണ് കൊണ്ടുപോയി പോയിട്ടു. എനിക്ക് നോക്കണം ഒരാഴ്ച കഴിയുമ്പോൾ എന്താവും, ഏത് മണ്ണുള്ളത് വേഗം വളരാം. എനിക്ക് ഒരാഴ്ചത്തേക്ക് ജീവിക്കാനുള്ള ഹോപ്പാണത്. അപ്പൊ എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്, എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള ഹോപ്പ് ഉണ്ട്. മണി ഏതാണ് കൂടുതലായിട്ട് വിരിയുന്നത് അല്ലെ വളരുന്നത് എന്നുള്ള കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് ഉണ്ടാവണമെങ്കിൽ, ജീവിക്കാൻ ഹോപ്പ്, ഞാൻ എന്തിനെന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഹോപ്പ് ഉണ്ടാവണമെങ്കിൽ, നമ്മൾ ഹോപ്പ്ഫുൾ ആയിരിക്കണമെങ്കിൽ, നമ്മൾ ഹോപ്പ്ലെസ്നെസ്സിന്റെ ഓപ്പോസിറ്റ് ഹോപ്പ്ഫുൾ ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങണം. ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയിട്ട് ഈ പുസ്തകം തീർന്നിട്ട് അവസാനം എന്തായിരിക്കും എന്നുള്ള അറിയണം. അതിനറിയണമെങ്കിൽ, ആ ഒരു ഹോപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ തുടങ്ങണം. എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന വർത്ത്ലെസ് ആവുന്നതിന്
അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആവുന്നതിന്, ആരും ഇല്ലാതായി പോകുന്നതിനൊക്കെ തന്നെ പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സ്ട്രെസ്സിനെ എടുക്കുന്ന രീതി ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. ഡെയിൽ കാർണഗിയുടെ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു എൻജോയ് യുവർ ലൈഫ് എന്ന് പറയുന്നത്, ലൈഫ് ആൻഡ് ജോബ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഡെയിൽ കാർണഗി ഒരു സംഭവം പറയുന്നു. വളരെ ധനികനായിട്ടുള്ള ചുറുചുറുക്കും ധനികനായിട്ടുള്ള ഒരു മധ്യവയസ്കൻ ബിസിനസ്സുകാരൻ പിന്നെ ഒരു ആക്സിഡന്റിന് ശേഷം പാരലൈസ്ഡ് ആയിട്ട് ശരീരം തളർന്ന കിടപ്പിലായി പോയ ഒരു സംഭവത്തിന്റെ സ്ഥലത്ത് കാർണഗി ഇയാളെ സന്ദർശിച്ചിട്ട് സമാധാനിപ്പിക്കാൻ പോകുന്നുണ്ട്. അയാൾ ഒരുപാട് കരഞ്ഞു ഈ ബിസിനസ്സുകാരൻ. കാരണം അയാളുടെ ലൈഫിൽ ഇത്രയും കാലം ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു, ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ കടന്നു പോയിട്ടില്ല ഇതുവരെ, ഉറങ്ങാനില്ലാതെ കിടന്നിട്ടില്ല. ഇങ്ങനെ ഞാൻ ഇനി എങ്ങനെ എന്റെ ലൈഫ്, ഡോക്ടർ പറഞ്ഞത് 1 വർഷമെങ്കിലും ഞാൻ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നതാണ്, ഞാൻ എന്ത് ചെയ്യും? പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഡെയിൽ കാർണഗി അതിനകത്ത് 5-6 മാസം എന്നാണ് പറയുന്നത്. ഡെയിൽ കാർണഗി അയാളെ കാണാൻ പോയ സമയത്ത് അയാൾ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഡെയിൽ കാർണഗി പറഞ്ഞൊരു സാധനം, അയാൾ മറുപടി പറഞ്ഞത് ഡെയിൽ കാർണഗി എഴുതിയിട്ടില്ല ഇങ്ങനെയാണ്. അയാൾ പറയാണ്, എന്റെ ലൈഫിൽ ഞാൻ സ്വന്തത്തിന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെ സംസാരിക്കും, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തതിൽ പ്രശ്നങ്ങളുണ്ട്, ഞാൻ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, പിന്നെ എന്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് ഇഷ്ടക്കേടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി സ്വന്തത്തിന് അടുത്തറിയാൻ കിട്ടുന്ന സമയങ്ങളാണ്. ലോക്ക്ഡൌണിനെ നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളവരുണ്ട്, പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളവരുണ്ട്. എനിക്കറിയാം ഒരുപാട് ചവറ് പോലെ നമ്മൾ പറയാറുള്ള പോലെ യൂട്യൂബ് ചാനലുകൾ വന്നിട്ടുണ്ട് അല്ലെ. ഇത് ഈ പറഞ്ഞ പോലെ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ജീവിക്കാൻ, ലോക്ക്ഡൌണിൽ ജീവിക്കാൻ ഒരു മീനിങ് കിട്ടി. ചില ആൾക്കാർ, നിങ്ങൾക്കറിയാം, ഇന്ന് ഷോപ്പുകളിലൊക്കെ തന്നെയും കേക്കിന്റെ ആക്സറീസ് കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി. എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി, പിന്നെ കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ചില ആൾക്കാർ ചെടി, ഇന്ന് ഒരുവിധ ഷോപ്പുകളിലൊക്കെ തന്നെ ചെടീന്റെ ചട്ടി തൂക്കി വെക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനൊക്കെ പോസിറ്റീവായിട്ട് തന്നെ കാണുള്ളൂ. കാരണം ഈ ലോക്ക്ഡൌണിന് ഓപ്പർച്യൂണിറ്റി ആയിട്ടും പുതിയ കാര്യത്തിലേക്ക് എൻഗേജ് ചെയ്യാനായിട്ടും കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവര്. വേറൊരു ആസ്പെക്ട് കാണുന്നവരുണ്ട്, ഒന്നും ചെയ്യാനില്ലല്ലോ, നമ്മൾ ചെയ്തു തുടങ്ങുക, എന്തെങ്കിലും ചെയ്തു തുടങ്ങുക. രാവിലെ തൊട്ട് രാത്രി വരെയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഉരുളുന്ന കല്ലില് പായൽ പിടിക്കില്ല, വെറുതെ കിടക്കുന്ന കല്ലിൽ മാത്രമേ പായൽ പിടിക്കുള്ളൂ. അതുപോലെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വരിക. നമ്മൾ സ്വന്തത്തിനോട് മതിപ്പ് തോന്നുന്ന കാര്യങ്ങൾ എൻഗേജ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ കൊള്ളാം, അല്ല നാളെ എഴുന്നേക്കാൻ എനിക്കൊരു മീനിങ് ഉണ്ട്. ശ്രീയുടെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും പറയുന്നത്, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ആവാം. ചെടിയാവാം, മീനാവാം, അല്ലെങ്കിൽ പിന്നെ വരയാവാം, എഴുത്താവാം, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനാവാം, എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ഹോപ്പ് ശ്രീയുടെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ആ സർ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതേപോലെ എൻഗേജ് ചെയ്തിരുന്നു. ഇപ്പൊ അത് നിർത്തി മടി വന്നപ്പോഴാണ് എനിക്ക് ഈ അവസ്ഥയത്. അത് അപ്പൊ ബാക്ക് ടു അതേപോലെ പോണം. എൻഗേജ് ചെയ്യണം, താങ്ക് യു സർ. വർത്ത്ഫുൾ ആയിട്ടുള്ള So, കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യണം. one doubt. ഇപ്പം Yes. ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ടോർച്ചർ പോലെ കിട്ടുവാണെ അങ്ങനെ അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ വീട്ടിലെ ഫോഴ്സ് ആകാം, അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്തായിരിക്കും ചെയ്യേണ്ടത്? അപർണ അല്ലെ, ഫൈൻ, ഓക്കെ. അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ നമ്മളാണ് കേട്ടോ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ളവർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടമല്ല ചെയ്യാൻ. നോ പറയണം, മറ്റേ ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, മറ്റേ ആളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അസേർട്ടീവ്നെസ്, അൾട്ടിമേറ്റ്ലി അസേർട്ടീവ്നെസ്. നമുക്ക് ശരി, നമുക്ക് നമ്മുടെ റൈറ്റ്. ചിലതുണ്ട് കേട്ടോ എപ്പോഴും അസേർട്ടീവ്നെസ് പറഞ്ഞാൽ നമ്മളെ മണ്ടത്തരം ഒക്കെ തന്നെയും അസേർട്ടീവ്നെസ് ആണെന്ന് വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റിയുടെ കുറവുകൊണ്ടായിരിക്കും, പ്രായത്തിന്റെ പക്വത കുറവുണ്ടായിരിക്കും മറ്റേ ആൾ പറഞ്ഞു തരുന്നത്. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ പറയാണ്, പിന്നെ മറ്റേ ആൾ പറയുന്നു, എന്റെ അച്ഛൻ പറയുന്നു, അമ്മ പറയുന്നു, നമുക്ക് തോന്നുകയാണ് ഇതാണ് ശരി, പക്ഷെ അവര് പറയുന്നത് ഇതാണ്. നമ്മൾ അതിനെ കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ ഈ ചിന്തിക്കുന്നത് ഇമോഷണൽ ആയിട്ടാണോ, അവര് ചിന്തിക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ടാണോ? ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്നതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇമോഷൻ അങ്ങോട്ട് കിടുമ്പോ, അല്ലെ ഇമോഷണൽ ആസ്പെക്ട് അങ്ങ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ട്. ഇക്ക ഞാൻ പറയുന്നത് ചില സ്ഥലത്ത് നമ്മൾ അസേർട്ടീവ് ആവണം. എനിക്കിത്
അത് ആരാണ് എക്സ്റ്റേണൽ ഫോഴ്സ്, അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻ ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടമല്ലാത്തവ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നോ പറയണം, അവോയ്ഡ് ചെയ്യണം. അത് തന്നെ ഞാൻ പറഞ്ഞ അസേർട്ടീവ് ആവണം. ചിലത് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഫൈൻ. അനുശ്രീ. അനുശ്രീ പറഞ്ഞോ. Yes, I have a question. യെസ്. Yeah, Tahmina. Sir, ഒരു 6-year-old ഉള്ളിൽ സ്ട്രെസ് എങ്ങനെ ഇല്ലാതാക്കാം? ഞാനായിട്ട് സ്ട്രെസ് കൊടുക്കാറില്ല, ബട്ട് ഹീസ് ഓൾവേസ് ചെറിയ കാര്യത്തിൽ അവർക്ക് വലിയ കാര്യമായിരിക്കാം. ഒരു ടെസ്റ്റിന് ഒരു മാർക്ക് കുറഞ്ഞാൽ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നോ ഇതുവരെ അങ്ങനെ ഒരു ഇതെന്താ ഒരു മാർക്ക് കുറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അവനിക്കതൊരു ഇറ്റ് ഇസ് എ വെരി ബിഗ് ഡീൽ ഫോർ ഹിം. 6 വയസ്സ് 6 വയസ്സുള്ള കുട്ടി. ഇതുവരെ ലൈക്ക് ഐ ഹാവ് നെവർ ഇവൻ ബൈ ചാൻസ് പറഞ്ഞിട്ടില്ല അതെന്താ മാർക്ക് കുറഞ്ഞതോ. ഐ എം ഓൾവേസ് ടെല്ലിങ് ഓക്കെ ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം, കുറച്ചും കൂടി പഠിക്കാം, ഇത്രേ പറയുള്ളൂ. പക്ഷെ പിന്നെ ആ ഒരു വില്ലിംഗ് ടു ട്രൈ. ഇപ്പൊ മാത്സിന് മാർക്ക് കുറഞ്ഞു, അപ്പൊ നെക്സ്റ്റ് ടൈം ഹീസ് നോട്ട് ബിൻ വില്ലിംഗ് ടു ട്രൈ. ഹീസ് ലൈക്ക് എനിവേ മാർക്ക് കുറഞ്ഞിട്ടല്ലേ കിട്ടാൻ, അപ്പം ട്രൈ ചെയ്യാനുള്ള വില്ലിംഗ് വരില്ല. അവനിക്ക് എവിടുന്നാ സ്ട്രെസ് വന്നെന്ന് അറിയില്ല. സോ ഹൗ ഡു ഐ ഒരു 6-year-old ഒരു ലാംഗ്വേജിൽ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക ദാറ്റ് ഇസ് ഓക്കെ? ലൈക്ക് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. പഠിത്തത്തിൽ വീക്കായി വെച്ചിട്ട് പിന്നെ തമിഴാണ് ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് തമിഴ. പിന്നെ ഫൈൻ. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം, തമിഴിന്റെ ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. 6 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ കാണിക്കുന്നത്, ഒബ്വിയസ്ലി നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ടെമ്പറമെന്റ് ഉണ്ടാവാം, ടെൻഷൻ അടിക്കുന്ന ക്യാരക്ടർ ഉണ്ടാവാം. നമ്മൾ ജെനറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ അമ്മയുടെ അടുത്തോ ഉമ്മയുടെയോ ഉപ്പയുടെയോ ട്രെയിറ്റ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. മൈ ഗ്രാൻഡ് ഫാദർ സ്ട്രേറ്റ് ഐ തിങ്ക്, ബിക്കോസ് ഗ്രാൻഡ് ഫാദർ എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യണം ഫസ്റ്റ്, ലൈക്ക് അത് ചെയ്ത് സക്സസ് ആണ്, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ അതായിരിക്കാം. എന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഐ ഹാവന്റ് എവർ പേഴ്സണലി ടോൾഡ് ഹിം ഇതെന്താ മാർക്ക് കുറഞ്ഞ, ഇതെന്താ പഠിച്ചു, അങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ടേമിന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അതുപോലെ തന്നെ കീപ്പ് ഓൺ ചെയ്യേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാല് ചില സാധനങ്ങൾ നമ്മൾ ക്യാരക്ടറിലേക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അവര് ടെൻഷൻ അടിക്കുന്നതില് യാതൊരു തരത്തിലുള്ള ലോജിക്കും ഇല്ലാന്ന് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ മേ ബി 100 times ചെയ്യേണ്ടി വരും. ലൈക്ക് ഇപ്പൊ പിന്നെ ഷഫീഖ് എന്ന് പറയുന്ന ഒരാൾക്ക് ബൈക്കിൽ കയറുന്നത് പേടിയാണ്, ടെൻഷനാണ്. എനിക്ക് ബൈക്കിൽ കയറുന്നത് ടെൻഷൻ അടിക്കേണ്ട ഒന്നുമില്ല എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ടെൻഷൻ മാറിക്കൊണ്ടൊന്നുമില്ല. 100 തവണ ഞാൻ ബൈക്കിൽ കയറിയിട്ടും 100 തവണ എനിക്കൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, അതിലൊരു 2-3 തവണ വെച്ച് 97% സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും തമിഴ പറഞ്ഞ കാര്യം ഓക്കെയാണ്. ഞാൻ പറയുന്നത് ആളിത് മിസ്റ്റേക്ക് വരട്ടെ, എന്താ പറയുക, മാർക്കുകൾ കുറയട്ടെ, അന്നേരം തമിഴ പറയുന്നത് കീപ്പോൺ. അപ്പൊ മൂപ്പർക്ക് എപ്പോഴെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, കിട്ടുന്ന ബാക്കപ്പ് നിർത്തരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. അപ്പൊ തമിഴ പറയുന്നതിന്റെ ലോജിക്ക് പുള്ളിക്കാരി ഈ എക്സാമുകളിലും ഫീൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരിക്കലും ഈ ലോജിക്ക് ശരിയാണ്, ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അമ്മ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്റെ പെർഫോമൻസ് മോശമാവുള്ളൂ അടുത്തതിലും എന്നുള്ളത് ഉമ്മ പറയും. അത് ഒരുപാട് തവണ നമ്മൾ കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം ഒരുപക്ഷെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ ജെനറ്റിക്കിനോടായിരിക്കും. അപ്പൊ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യാത്തതാണ്. ഹലോ, യെസ്. ഇതേപോലെ എനിക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഒരുപാട്. വെച്ചാൽ ആ ഒരു ഇമോഷൻ അത് ആർക്ക് കേൾക്കുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വേഗം കരച്ചിലും വരും, ഒരുപാട് നേരെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവും. പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുക, ഇത് അയ്യോ ഞാൻ പറഞ്ഞു പോയി, പറഞ്ഞ അവർക്ക് കേട്ടവർക്ക് എങ്ങനെ ഫീൽ ചെയ്തു, പിന്നെ അതിനെ കുറിച്ചായിരിക്കും ടെൻഷൻ. ഇത് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ?
പൈസ ഇപ്പൊ ഒരാൾ ചോദിക്കുന്ന അവരുടെ പേഴ്സണൽ മാത്രമല്ല കേട്ടോ, ചില ആൾക്കാർക്ക് ചോദിക്കാനുള്ളത് തന്നെ ആയിരിക്കും പൈസ ചോദിച്ച പോലുള്ള എന്റെ ചോദ്യങ്ങൾക്ക്. ഇതെന്റെ അനുഭവം തന്നെയാണ്. വെരി ഗുഡ്, ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആൾക്കാരായിരുന്നു, ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, എങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അനിയത്തിമാരോ അനിയന്മാരോ ഇങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ റിലേറ്റീവ് ഉണ്ടാവും. അപ്പോ നമ്മൾ ഇതിനകത്ത് ഇമോഷണലി പിന്നെ നമ്മൾ എന്താ പറയാ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവ്. നമ്മൾ ചിലപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് ഒരു ഇമോഷണലി നമുക്കൊരു ഡിസ്ട്രസ് ഉണ്ടാകുമ്പോൾ അതിനോട് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇമോഷണൽ ടോളറൻസ് ട്രെയിനിങ് നമ്മൾ കൊടുക്കും, ആസ് എ കൗൺസിലർ എന്നുള്ള രീതിക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. പക്ഷെ അതിനു മുമ്പ് ഫൈസർ എടുത്ത് ഒരു ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിക്ക് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിന് തീരുമാനം പറയുന്നതിന് മുന്നേ പേഴ്സണലി സംസാരിക്കേണ്ടി വരും. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് കോസസ് ഒബ്വിയസ്ലി ഈസ് ദെയർ. കാരണം പാസ്റ്റ് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും പിന്നെ എക്സ്പീരിയൻസസ്, ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ, വീട്ടിനകത്ത് പിന്നെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആസ് എ സൈക്കോളജിസ്റ്റ് പേഴ്സണലി ചോദിക്കേണ്ടി. ഞാൻ പബ്ലിക്കായിട്ട് എല്ലാവരോടും ചോദിക്കുന്നതല്ല, ഞാൻ ഓരോരുത്തരും ഇങ്ങനെ ഇമോഷണൽ ടോളറൻസ് കുറയാനുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത് മൂത്ത കുട്ടിയാവുക എന്ന് പറയുന്നത് ഇമോഷണൽ ടോളറൻസ് കുറയാനുള്ള സാധ്യതയുള്ള ഒരു ഫാക്ടറാണ്. കുട്ടിക്കാലത്തുള്ള മോശം പൈസ മിനിറ്റ്, ചില പ്രശ്നങ്ങള് എന്റെ ജീവിതത്തിലുണ്ട്. അപ്പം അത് ഞാൻ ഈ വീട്ടിലെ ഒരു മകളായിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ അതിൻ്റെതായ ചെറിയ പോരായ്മകള്, പിന്നെ എന്താ പറയാ, അത് ശരിക്കും ഞാൻ പറയാ എന്റെ വീട്ടുകാരെ ഞാൻ കുറ്റം പറയുന്നേ. ഞാൻ എപ്പോഴും വീട്ടുകാരെ കുറ്റം പറയുമല്ലോ. ഞാൻ അങ്ങനെ വളർത്തിയത് കൊണ്ട് ഞാനിപ്പോ അനുഭവിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുക. അപ്പൊ പിന്നീട് എനിക്കിത് അറിയാം, അവരെ കുറ്റം പറയാൻ പാടില്ല. അതെന്റെ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത് വഴിയെ നിൽക്കില്ലല്ലോ. പൈസ അവരെ കുറ്റം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഈ പൈസയുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ യൂഷ്വലി നമുക്കറിയാം ഫസ്റ്റ് ബോൺ ചൈൽഡ്, സിംഗിൾ ബോൺ ചൈൽഡ്സിലൊക്കെ തന്നെയും ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ അവർക്ക് അവരുടെ നീഡ്സ് ഒക്കെ അന്നേരം മെറ്റ് ചെയ്ത് പോകുമ്പോൾ, അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ അന്നേരം നടന്നു പോകുമ്പോൾ, ലൈഫിൽ ഒരു മൊമെന്റ് എത്തുമ്പോൾ പിന്നീട് അങ്ങോട്ട് അവർ വിചാരിച്ച പോലെ അല്ലാതെ കാര്യങ്ങൾ പോകും. ചില ആൾക്കാർ റെസ്ട്രിക്ട് ചെയ്യും, ചില ആൾക്കാർ അവരെ ഡിഫെൻഡ് ചെയ്യും. അന്നേരമൊക്കെ ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടിക്കാലത്തൊക്കെ ഒറ്റ മോളായതുകൊണ്ട്, ഒറ്റ മോനായതുകൊണ്ട്, അല്ലെ മൂത്ത കുട്ടി ആയതുകൊണ്ട് എല്ലാ കാര്യം അന്നേരം മീറ്റ് ചെയ്ത് പോയായിരുന്നു. വിചാരിക്കുന്ന സാധനങ്ങൾ അന്നേരം മേടിച്ചു കൊടുത്തായിരുന്നു. പെട്ടെന്ന് അത് നമ്മളെ കുറ്റമല്ല, നമ്മൾ അങ്ങനെ ആയതിന് പാരന്റിങ് ഒരു ഫാക്ടറാണ്. ഈ പാരന്റ്സ് ഫൈസയുടെ പാരന്റ് മാത്രമല്ല, ലോകത്ത് ഒരുവിധ എല്ലാ പാരന്റ്സും സ്വന്തം മക്കളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ഇത് അന്നേരം മീറ്റ് ചെയ്ത് പോയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ പതുക്കെ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പതുക്കെ ഇൻട്രോസ്പെക്ട് ചെയ്ത് നമ്മൾ സ്വന്തത്തിനെ വിലയിരുത്തി ലൈഫിലകത്ത് ഓരോ സിറ്റുവേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ ഞാൻ കഴിഞ്ഞ തവണ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, അടുത്ത തവണ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ, ഇതൊരു സൈക്കോളജിസ്റ്റ് സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പൈസ. അപ്പോ ഇത് എന്താ അൾട്ടിമേറ്റ് ഇത് ഇതിന്റെ ക്യാരക്ടർ ഉറച്ചു പോയെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തും എന്താ പറയാ, പിന്നെ ഒരു പരിധിവരെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് സമയം പോകുന്നുണ്ട്, പിന്നെ കൺട്രോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ആണോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, പിന്നെ അപ്പൊ ഞാൻ എന്റെ നമ്പർ ഇവിടെ, പിന്നെ എന്റെ പേഴ്സണൽ നമ്പർ അല്ല, എന്റെ അപ്പൊ ഞാൻ നമ്പർ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യട്ടെ ചാറ്റ് ബോക്സിൽ. ഇതിന്റെ ഒഫീഷ്യൽ നമ്പറാണ്, ഓഫീസ് നമ്പറാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പിന്നെ ടെക്സ്റ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ വിളിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ സോറി, എക്സ്ട്രീംലി സോറി. എല്ലാവരോടും എനിക്ക് ഓരോരുത്തർ പേഴ്സണൽ ഇഷ്യൂസ് ചോദിക്കുമ്പോൾ എനിക്ക് പേഴ്സണൽ ഇവിടെ മറുപടി പറയുന്നതിൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ പ്രയാസമാവും. സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലെ? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാറുണ്ടെ കമന്റ് പിന്നെ ചെയ്യാം. നിങ്ങള് പിന്നെ ടൈം വിളിക്കുന്ന ടൈമാണെങ്കിൽ യൂഷ്വലി ഈവനിങ് 5 to 9 വിളിക്കുന്നതായിരിക്കും നന്നാവുക. ബാക്കിയുള്ള സമയം കേസ് ഉണ്ടാവുമായിരിക്കും. ഇല്ല നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ നോക്കാം. അടുത്തൊരു 3-4 ദിവസം കുറച്ച് തിരക്കിലായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ബ്രദറിന്റെ കല്യാണമൊക്കെയാണ്. ശരി. So thank you, sir. Thank you so much.
വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല രീതിയിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിലും നല്ല രീതിയിൽ എക്സാമ്പിൾ ഒക്കെ വെച്ച് സാർ ടോക്ക് ചെയ്ത് താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ബിഫോർ ദാറ്റ് നമ്മുടെ അടുത്ത വെബിനാർ October 25 ആണ്. മാനേജിങ് മെന്റൽ ഹാൻഡ് ഫിസിക്കൽ ഹെൽത്ത് വിത്ത് യോഗ എന്ന ടോപ്പിക്കിൽ ഷമീമ അബ്ദുൽ അസീസ് ആണ് നമ്മളോട് സംസാരിക്കുന്നത്. സോ ഹോപ്പ് all your presence there too. So once again, thank you, sir. Thank you so much. Thank you all participants. Good night.